शांति। ओम शांति शांति। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। शिव का कर लो ध्यान, आ रहा पावन पुण्य सवेरा। से आए अपने आप को जानो, राजयोग के द्वारा अपना परम पिता पहचानो। इसी राजपथ पर चलकर पालो अपना बसेरा। तुम हो आत्मा तन से न्यारे, परमात्मा को प्यारे। दिव्य गुणों को धारण करके योगी बनो दुलारे। ज्योति बिंदु ही तोड़ेगा ये माया मोह का घेरा। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। ओम शांति, ओम शांति, ओम शांति। ഓം ശാന്തി. ഇന്ന് സൺഡേ, ഇന്ന് അവ്യക്ത മുരളിയാണ്. അവ്യക്ത മുരളി വളരെയധികം നമ്മളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട, നമ്മുടെ പുരുഷാർത്ഥവുമായിട്ട് ബന്ധപ്പെട്ട, നമ്മളുടെ സ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ബാബ അതിലൂടെ പറഞ്ഞു തരുന്നത്. ബാബ ഒരുപാട് കാര്യങ്ങൾ, നമ്മളറിയാത്തതായ വളരെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ ഈ അവ്യക്ത മുരളിയിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സൂക്ഷ്മലോകത്തെക്കുറിച്ചും ഫരിസ്തകളെക്കുറിച്ചും ഫരിസ്തസ്ഥിതിയെക്കുറിച്ചും അതുപോലെ നമ്മളുടെ ജീവിതത്തിലെ ആഴത്തിലുള്ള ധാരണകളെക്കുറിച്ചും അതുപോലെ നമ്മളുടെ ഒരുമയെക്കുറിച്ച്, ഏകാഗ്രതയെക്കുറിച്ച് എല്ലാം ബാബ അവ്യക്ത മുരളികളിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഈ അവ്യക്ത മുരളികൾ നമ്മളുടെ ധാരണയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. നമുക്ക് എത്രമാത്രം ധാരണ ചെയ്യാനുണ്ട്. ഓരോ മുരളി കേൾക്കുമ്പോഴും നമുക്ക് തോന്നും നമ്മളുടെ ധാരണ പോരാ, നമുക്ക് ഇനിയും ധാരണ ചെയ്യണം എന്ന്. അപ്പോൾ ഇന്നത്തെ ഈ അവ്യക്ത മുരളിയും ബാബ വളരെ സ്പെഷ്യലായിട്ടുള്ള, വളരെ സൂക്ഷ്മമായ കാര്യങ്ങളാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. നമുക്കിന്ന് വളരെ സന്തോഷത്തോടെ, വളരെ ബഹുമാനത്തോടെ, ഭാവനയോടെ ഇന്നത്തെ അവ്യക്ത മുരളി കേട്ട് ധാരണ ചെയ്യാം. ഇന്നത്തെ ഡേറ്റ് 22/5/2022. ഇന്നത്തെ
അവ്യക്ത മുരളിയുടെ റിവൈസ് ഡേറ്റ് 13/2/1991। विश्व परिवर्तन में तीव्रता लाने का साधन ഏകാഗ്രത की शक्ति एवं ഏകരസ സ്ഥിതി। വിശ്വപരിവർത്തനത്തിൽ തീവ്രത കൊണ്ടുവരാനുള്ള സാധനമാണ് വിശ്വപരിവർത്തനത്തിൽ തീവ്രത കൊണ്ടുവരാനുള്ള സാധനമാണ് ഏകാഗ്രതയുടെ ശക്തിയും ഏകരസ സ്ഥിതിയും। ഏകാഗ്രതയുടെ ശക്തിയും ഏകരസ സ്ഥിതിയും। आज दूरदेशी बाप अपने दूरदेशी और देशी बच्चों की मिलन मुबारक देने आए हैं। ഇന്ന് ദൂരദേശത്ത് വസിക്കുന്ന ബാബ തൻ്റെ ദൂരദേശികളും ദേശികളുമായ കുട്ടികളുമായിട്ട് മിലനത്തിൻ്റെ കൂടിക്കാഴ്ചയുടെ ആശംസകൾ തരാൻ വേണ്ടി വന്നിരിക്കുന്നു। ആജ് ആപ്പ് സബി ബി ദൂരദേശായേ ഹേ। നിങ്ങളും ബാബയുടെ കുട്ടികളും എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? ദൂരദേശത്ത് നിന്നാണ്। ബാപ്പ് ബി ദൂരദേശസേ ആയേ ഹേ। ബാബയും ദൂരദേശത്ത് നിന്നാണ് വന്നിരിക്കുന്നത്। ബച്ചെ ബാപ്പ് കോ മുബാരക് ദേനെ ആയേ ഹേ। ബാപ്പ് ബച്ചോं को പദം ഗുണ മുബാരക് ദേത്തെ ഹേ। ബാബയുടെ കുട്ടികളാണെങ്കിൽ ബാബയ്ക്ക് ആശംസകൾ തരാനാണ് വന്നിരിക്കുന്നത്। ബാബയോ തിരിച്ച് കോടി മടങ്ങാണ് ആശംസകൾ തരുന്നത്। മനാന അർത്ഥാർത്ഥ് സമാൻ ബനാന। ആഘോഷിക്കുക എന്ന് വെച്ച അർത്ഥം സമാനമായി മാറുക എന്നാണ്। ബാബയ്ക്ക് സമാനമായി മാറുക എന്നാണ്। ദുനിയ മേ സിർഫ് മനാത്തെ ഹെ ലേക്കിൻ ബാപ്പ് മനാത്തെ അർത്ഥാർത്ഥ് ബനാത്തെ ഹെ। ഈ ലോകത്തിൽ ആളുകൾ ആഘോഷിക്കുക മാത്രമാണ് ചെയ്യുന്നത്। പക്ഷേ ഇവിടെയാണെങ്കിൽ ബാബ ആഘോഷിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വ്യക്തമാക്കി തരികയാണ്। നമ്മളതുപോലെ ആയിത്തീരുന്നു। ബാബ നമ്മളെ ആക്കുകയാണ്, ബാബയ്ക്ക് സമാനമായി മാറ്റുകയാണ്। സബി ബच्चे चाहे साकार रूप में सन्मुख हो चाहे आकार रूप में सन्मुख हो, सब बच्चे विश्व के कोने कोने में बाप की हीरे तुल्य जयंती मना रहे हैं। സർവ്വ കുട്ടികളും അത് സാകാര രൂപത്തിൽ സന്മുഖത്തിരിക്കുന്നവർ, അതായത് മധുബനിൽ വന്ന് നേരിട്ട് ബാബയെ മുന്നിൽ കാണുന്നവരായിക്കോട്ടെ, സൂക്ഷ്മരൂപത്തിൽ അഥവാ ആകാര രൂപത്തിൽ സന്മുഖത്തുണ്ടെങ്കിലും ഈ മുഴുവൻ കുട്ടികളും സർവ്വ കുട്ടികളും വിശ്വത്തിൻ്റെ ഓരോ കോണിലും ബാബയുടെ വജ്രസമാനമായ രത്നതുല്യമായ ജയന്തി ആഘോഷിക്കുകയാണ്, ശിവജയന്തി ആഘോഷിക്കുകയാണ്। ബാപ്ദാദ ആകാരി रूप में सन्मुख बच्चों को भी हीरे तुल्य जयंती की हीरे तुल्य പദം ഗുണ മുബാരക് ദേ രഹേ ഹേ। ബാപ്ദാദ ഇന്ന് ആകാരി രൂപത്തിലുള്ള ബാബയുടെ സന്മുഖത്തിരിക്കുന്ന കുട്ടികൾക്കും, കാരണം ദൂരെയുള്ള കുട്ടികളും ബാബയുടെ സ്നേഹം കാരണം ബാബ മധുബനിൽ വരുന്ന സമയത്ത് അവരുടെ ശരീരമായിരിക്കും അവിടെ ഉള്ളത്, പക്ഷെ അവർ ആത്മാവ് ഇവിടെ തന്നെയായിരിക്കും, മധുബനിൽ തന്നെയായിരിക്കും। അപ്പോൾ അങ്ങനെ വജ്രസമാനമായ ജയന്തിയുടെ വജ്രസമാനമായ പദമാപദം കോടി കോടി മടങ്ങ് ആശംസകൾ ബാബ നമുക്ക് തരുന്നു। ബാബ इस महान अवतरित होने की जयंती को आप सभी बच्चे स्वयं भी हीरे तुल्य बन गए हो। इसको कहा जाता है मनाना अर्थात बनाना। ഈ മഹത്തായ അവതരണം ബാബയുടെ അവതരണമാണ്। ഈ അവതരിക്കുന്ന ജയന്തി നിങ്ങൾ സർവ്വ കുട്ടികളും ആഘോഷിക്കുന്നുണ്ട്, അങ്ങനെ നമ്മൾ അത് ആഘോഷിച്ച് നമ്മളും വജ്രസമാനായിട്ട് മാറുകയാണ്। तो इसको कहा जाता है मनाना अर्थात बनाना। ഓരോ വർഷവും നമ്മൾ ബാബയുടെ ശിവരാത്രി പല പല രീതിയിൽ ആഘോഷിക്കും। നമ്മൾ ബ്രാഹ്മണർക്ക് വേണ്ടിയും അഥവാ BKസിന് വേണ്ടിയും, അതേപോലെ നമ്മൾ മറ്റുള്ളവർക്ക് സേവനത്തിന് വേണ്ടിയും ഒക്കെ നമ്മൾ ആഘോഷിക്കുകയാണ്। ശിവരാത്രി കൊടിയുയർത്തലും എല്ലാം ആഘോഷിക്കുകയാണ്। അപ്പോൾ ഇത് എത്രത്തോളം നമ്മൾ ആഘോഷിക്കുന്നോ അത്രത്തോളം നമ്മൾ ബാബയെപ്പോലെ ബാബ പറഞ്ഞ ജ്ഞാനത്തിനനുസരിച്ച് നമ്മൾ അതായിത്തീരുകയാണ്। तो हर एक बच्चे के मस्तक पर പദമാപദം ഭാഗ്യവാൻ बनने का सितारा चमक रहा है। അപ്പോൾ ഓരോ ബാബയുടെ കുട്ടികളുടെയും മസ്തകത്തിൽ കോടി കോടി ഭാഗ്യവാൻ ആകുന്നതിൻ്റെ നക്ഷത്രം തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്। तो मनाते सदा के लिए भाग्यवान बन गए।
അങ്ങനെ ശിവജയന്തി ആഘോഷിച്ച് സദാസമയത്തേക്ക് നമ്മൾ ഭാഗ്യവാന്മാരായി. ऐसी अलौकिक ജയന്തി സാരേ കൽപ്പുമേ കൊയ് ബി നഹി മനാത്തെ. ഇതുപോലൊരു അലൗകിക ജയന്തി മുഴുവൻ കൽപ്പത്തിലും ഒരാൾ പോലും ആഘോഷിക്കുന്നില്ല. चाहे महान आत्माओं की भी जयंती मनाते हैं, लेकिन वो महान आत्माएं मनाने वालों को महान बनाते नहीं. ഒരുപക്ഷെ മഹാൻ ആത്മാക്കളുടെ ജയന്തിയും നമ്മൾ ഈ ഭാരതത്തിലല്ലേ എന്തുമാത്രം ആഘോഷിക്കുന്നു. പക്ഷേ ആ മഹാൻ ആത്മാക്കളും ആഘോഷിക്കുന്നവരെ മഹാന്മാരാക്കി മാറ്റാറില്ല. तो इस संगम पर ही आप बच्चे परमात्मा जयंती मनाते महान बन जाते हो. ഈ സംഗമത്തിലാണ് നിങ്ങൾ കുട്ടികൾ പരമാത്മാ ജയന്തി ആഘോഷിച്ച് മഹാന്മാരായിട്ട് മാറുന്നത്. ശ്രേഷ്ഠത്തെ ശ്രേഷ്ഠ ആത്മായെ ബഞ്ചാത്തി ഹോ, ഏറ്റവും ശ്രേഷ്ഠരായ ആത്മാക്കളായിട്ട് മാറുന്നത്. तो ऐसे हीरे तुल्य जीवन बनाते जो जन्म जन्मांतर हीरे और रत्नों से खेलते रहते हैं. ബാബ ഈ രത്നതുല്യമായ ജയന്തിയുടെ ആഘോഷിക്കുന്നതിൻ്റെ തൽഫലമായിട്ട്, അതിൻ്റെ ഭാവി ഫലമായിട്ട് എന്തെല്ലാം നമുക്ക് കിട്ടുന്നു എന്ന് ബാബ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ഇവിടെ നിങ്ങൾ വജ്രസമാനമായ ജീവിതം സൃഷ്ടിക്കുമ്പോൾ, നിങ്ങൾ തയ്യാറാകുമ്പോൾ ജന്മജന്മാന്തരങ്ങൾ നിങ്ങൾ വജ്രങ്ങൾ കൊണ്ട് കളിക്കും, രത്നങ്ങൾ കൊണ്ട് കളിക്കും. आज का यादगार दिवस सिर्फ बाप का नहीं है, लेकिन बच्चों का भी बर्थडे है, क्योंकि जब बाप अवतरित होते हैं तो बाप के साथ ब्रह्मा दादा भी परिवर्तित आत्मा अवतरित होती हैं. ഇന്നത്തെ ഓർമ്മചിഹ്നം, ഈ ഓർമ്മചിഹ്ന ദിവസം ശിവബാബയുടെ മാത്രമല്ല കുട്ടികളുടെയും ബർത്ത്ഡേ ആണ്. കാരണം ശിവബാബ അവതരിക്കുമ്പോൾ ബാബയുടെ കൂടെ തന്നെ ബ്രഹ്മ ബാബ ദാദ അവതരിക്കപ്പെട്ട പരിവർത്തനപ്പെട്ട ആ ആത്മാവും അവതരിക്കുകയാണ്. ബാപ്പ് ഓർ ദാദ ദോനോ കാ സാത്ത് സാത്ത് അവതരൺ ഹോത്താ ഹേ. അപ്പോൾ ബാബ ഇത് വളരെ വ്യക്തമായ, നമുക്കെല്ലാവർക്കും അറിയാവുന്ന വളരെ ശ്രേഷ്ഠമായൊരു കാര്യമാണ്. ശിവബാബ ബ്രഹ്മബാബയുടെ ശരീരത്തിൽ പ്രവേശിക്കുമ്പോഴാണ് ആ ബ്രഹ്മാവായിട്ട് മാറുന്നത്, അല്ലേ? അപ്പം ബ്രഹ്മാവിൻ്റെ അവതരണം നടന്നു, ശിവൻ്റെ അവതരണം നടന്നു. ഈ രണ്ട് കൂട്ടരുടെ അവതരണം നടക്കുകയാണ്. ബ്രഹ്മാവ് എന്നാണ് ജനിക്കുന്നത്, അല്ലേ? ബ്രഹ്മാവിൻ്റെ ജന്മവും ബ്രഹ്മാവായി തീരുന്നത് ശിവബാബ പ്രവേശിക്കുന്ന ആ സെക്കൻഡിലാണ്. तो शिवाय ब्राह्मणों के बाप दादा स्थापना का यज्ञ रच नहीं सकता. ബ്രാഹ്മണരില്ലാതെ ഒരിക്കലും ബാപ്പ് ദാദയ്ക്ക് യജ്ഞം രചിക്കാൻ സാധിക്കില്ല, സ്ഥാപന നടത്താൻ സാധിക്കില്ല. इसलिए बाप दादा और ब्राह्मण बच्चे साथ साथ അവതരിत होते. അതിനാൽ ബാപ്പ് ദാദയും ബ്രാഹ്മണ കുട്ടികളും ഒന്നിച്ചാണ് അവതരിക്കുന്നത്. ബാപ്പ് ദാദ എന്ന് പറയുമ്പോൾ ശിവബാബയും ബ്രഹ്മബാബയും. അതോടൊപ്പം തന്നെ ബാബ എത്രയോ ബ്രാഹ്മണ കുട്ടികൾക്ക് ജന്മം കൊടുത്തു. तो किसका जन्मदिन कहेंगे, आपका या बाप का? അപ്പോൾ ബാബ ആ ഒരു ചോദ്യം ചോദിക്കും എന്നും, എല്ലാ ശിവജയന്തിക്കും. ആരുടെയാണ് ജന്മദിനം എന്ന് പറയേണ്ടത്? ബാബയുടെയാണോ അതോ താങ്കളുടെയാണോ, മക്കളുടെയാണോ? ആപ്കാ ബി ഹെന, അല്ലേ? ബാബയോടൊപ്പം നമ്മളുടെയും കൂടെ ജന്മദിനമല്ലേ? तो आप बाप को मुबारक देते हो, बाप आपको मुबारक देते हैं. അപ്പോൾ അതിനാൽ നിങ്ങൾ ബാബയ്ക്ക് ആശംസകൾ കൊടുക്കുന്നു, ബാബ നമുക്കും ആശംസകൾ തരുന്നു. അച്ഛനും മക്കളും പരസ്പരം ആശംസകൾ പറയുന്ന വളരെ വിചിത്രമായ വണ്ടർഫുള്ളായ ഒരു ബർത്ത്ഡേ. ശിവജയന്തി അർത്ഥാത് പരമാത്മാ ജയന്തിക്കും മഹാശിവരാത്രി ക്യോं कहते हैं? ശിവജയന്തി അർത്ഥം പരമാത്മാ ജയന്തി. ഈ ഒരു പ്രധാനപ്പെട്ട ഈ ഒരു കാര്യത്തെ എന്തുകൊണ്ടാണ് മഹാശിവരാത്രി എന്ന് വിളിക്കുന്നത്? सिर्फ शिवरात्रि नहीं कहते, लेकिन महाशिवरात्रि कहते, क्योंकि इस अवतरित दिवस पर शिव बाप ब्रह्मा दादा और ब्राह्मणों ने महान संकल्प का व्रत लिया कि विश्व को पवित्रता की वजह से महान श्रेष्ठ बनाएंगे. ഇതിനെ വെറും ശിവരാത്രി എന്നല്ല പറയുന്നത്. ഈ ആഘോഷത്തെ അങ്ങനെ പറയാനേ പറ്റില്ല, മഹാശിവരാത്രി എന്ന് വേണം വിളിക്കാൻ. കാരണം എന്താണ്? ഈ അവതരണ ദിവസത്തിൽ ശിവബാബ, ബ്രഹ്മദാദ, ബ്രാഹ്മണർ,
യഥാർത്ഥത്തിൽ ഒരു മഹാൻ സങ്കല്പം എടുത്തു. ശിവബാബയും ബ്രഹ്മബാബയും ഈ ബ്രാഹ്മണ കുട്ടികളെ കൊണ്ട് ഒരു മഹാൻ സങ്കല്പം എടുപ്പിച്ചു, വ്രതമെടുപ്പിച്ചു. ഏതാണത്? ശിവബാബയ്ക്കും അതേ ലക്ഷ്യമാണ്. എന്താണ്? ഈ വിശ്വത്തെ പവിത്രതയുടെ വ്രതത്തിലൂടെ മഹാൻ ശ്രേഷ്ഠമാക്കി മാറ്റും. അപ്പോൾ ശിവബാബ നമ്മളെക്കൊണ്ടത് ചെയ്യിക്കുകയാണ്. വിശ്വത്തെ പവിത്രതയുടെ വ്രതത്തിലൂടെ മഹാൻ ശ്രേഷ്ഠമാക്കി മാറ്റും. വിശേഷ ആദിദേവ് ब्रह्मा अपने निमित्त ब्राह्मण आदि बच्चों के साथ इस महान व्रत लेने के निमित्त बने. വിശേഷമായിട്ട് ആദിദേവനായ ബ്രഹ്മ തൻ്റെ നിമിത്തമായ ബ്രാഹ്മണർ, ആ ബ്രാഹ്മണരാരാണ്? ശിവബാബയുടെ ആദി കുട്ടികളാണ്, ആദി സന്താനങ്ങളാണ്. അങ്ങനെയുള്ള ആദി സന്താനങ്ങളുടെ കൂടെ യഥാർത്ഥത്തിൽ ആദിദേവനായ ബ്രഹ്മബാബ നിമിത്തമായി, ഇത്രയും വലിയ മഹത്തായ മഹാൻ വ്രതമെടുക്കാൻ നിമിത്തമായി. तो महान बनाने का व्रत लेने का दिव्य दिवस है. അങ്ങനെയുള്ള മഹാൻ വ്രതമെടുക്കുന്നതിന് നിമിത്തമായ ദിനമാണ്, ദിവസമാണ്. इसलिए महाशिवरात्रि कहा जाता है. അതിനാൽ മഹാശിവരാത്രി എന്ന് വിളിക്കുന്നു. और आप ब्राह्मण बच्चों ने ये महान व्रत लिया, इसके यादगार स्वरूप से आज तक भी भक्त लोग व्रत रखते हैं. പിന്നെ നിങ്ങൾ ബ്രാഹ്മണ കുട്ടികൾ ഈ മഹാൻ വ്രതം എടുത്തു. ഈ ബ്രാഹ്മണ കുട്ടികൾ മഹാൻ വ്രതം എടുത്തു. ഇതിൻ്റെ ഓർമ്മ ചിഹ്ന സ്വരൂപമായിട്ട് ഇന്ന് വരയ്ക്കും ഭക്തന്മാർ വ്രതമെടുക്കുകയാണ്. ഇതിൻ്റെ ഓർമ്മ ചിഹ്ന സ്വരൂപമായിട്ട് നമ്മൾ പവിത്രതയുടെ അത്ര ദൃഢമായിട്ടുള്ള വ്രതമെടുക്കുന്നത് കൊണ്ട് അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇന്ന് വരെ ഭക്തന്മാർ വ്രതമെടുക്കുകയാണ്. तो ये महान जयंती प्रतिज्ञा लेने की जयंती है. ഈ മഹാൻ ജയന്തി പ്രതിജ്ഞ എടുക്കുന്നതിൻ്റെ ജയന്തിയാണ്. एक तरफ प्रत्यक्ष होने की जयंती है, दूसरी तरफ പ്രതിജ്ഞ लेने की ജയന്തി है. ഒരു ഭാഗത്ത് പ്രത്യക്ഷമാകുന്നതിൻ്റെ ജയന്തി, മറുഭാഗത്ത് പ്രതിജ്ഞ എടുക്കുന്നതിൻ്റെ ജയന്തി. ഇത് നിസ്സാര പ്രതിജ്ഞയല്ല. ഇത് ബ്രാഹ്മണ ആത്മാവ് എന്ന് പറഞ്ഞാൽ വളരെയധികം ശക്തിശാലി ആത്മാവാണ്. ശിവബാബ പറഞ്ഞു, ശിവബാബയ്ക്കറിയാം ഞാൻ പറഞ്ഞാൽ ആരനുസരിക്കും, ആര് ഈ ദൃഢമായ വ്രതം എടുക്കും, ഇത്രയും നീണ്ട കാലത്തെ വ്രതം എടുക്കുന്ന ശിവബാബയ്ക്ക് അറിയാം. അങ്ങനെയുള്ള കുട്ടികളെയാണ് ബാബ സെലക്ട് ചെയ്തിട്ടുള്ളത്. तो आदि समय में आप सभी जो भी निमित्त बने, आदिदेव के साथ आदि रत्न निकले, उन्हों की प्रतिज्ञा का प्रत्यक्ष फल आप सभी प्रत्यक्ष हुए. അപ്പോൾ ആദ്യ സമയത്ത് നിങ്ങളെല്ലാവരും നിമിത്തമായി. ആദിദേവനോടൊപ്പം ആദിരത്നങ്ങൾ വന്നു. അവരും പ്രതിജ്ഞ എടുത്തു. ആ ആദിരത്നങ്ങൾ പ്രതിജ്ഞ എടുത്തതിൻ്റെ പ്രത്യക്ഷ ഫലമാണ് നമ്മൾ പ്രത്യക്ഷമായത്. तो आप सभी जो भी निमित्त बने, आदिदेव के साथ आदिरत्न निकले. देखो कहाँ कोनों में चले गए थे, कितने कोने में चले गए, लेकिन बाप ने मिट्टी में छिपे हुए अपने हीरത്തുല്യ बच्चों को ढूंढ लिया. നോക്കൂ എവിടെയൊക്കെ ഏതെല്ലാം നാടുകളുടെ വിദേശങ്ങളുടെയും ദേശങ്ങളുടെയും ഓരോരോ കോണുകളിലും ബാബയുടെ കുട്ടികൾ അങ്ങ് പോയി കഴിഞ്ഞിരുന്നു. എത്രമാത്രം ഏതെല്ലാം സ്ഥലത്തേക്ക് പോയി. പക്ഷേ ബാബ ആ മണ്ണിൽ ഒളിഞ്ഞു കിടന്ന നിങ്ങളാകുന്ന ബാബയുടെ സന്താനങ്ങളാകുന്ന വജ്രത്തിന് തുല്യമായ കുട്ടികളെ ബാബ തേടി കണ്ടുപിടിച്ചില്ലേ? നമ്മുടെ ഉള്ളിൽ നിന്ന് അങ്ങ് ബാബയോട് എന്തുമാത്രം സ്നേഹം വരണം, ആ കമ്മിറ്റ്മെൻറ്റ് വരണം. അഭി തോ വിശ്വ കെ കോനെ കോനെ മേ ആപ്പ് ഹോളിയസ്റ്റ് ഓർ ഹയ്യസ്റ്റ് ഹീരെ ചമക് രേ ഹോ. ഇപ്പോഴാണെങ്കിലോ വിശ്വത്തിൻ്റെ ഓരോരോ കോണിലും നിങ്ങൾ ഹയ്യസ്റ്റും ഹോളിയസ്റ്റുമായി വജ്രസമാനമായി തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. तो ये परमात्मा जयंती के व्रत और प्रतिज्ञा का फल है. ഇത് പരമാത്മാ ജയന്തിയുടെ വ്രതമാണ്, പ്രതിജ്ഞയുടെ ഫലമാണ്. आप सभी अब भी चारों ओर शिव बाबा के झंडे के आगे प्रतिज्ञा लेते हो ना. നിങ്ങളെല്ലാവരും തന്നെ ശിവജയന്തിക്ക് ഇന്നത്തെ ദിവസം എന്ന് ബാബ പറയാണ്, കൊടി ഉയർത്തുന്ന സമയത്ത് ആ കൊടിക്കീഴിൽ നിന്ന് പ്രതിജ്ഞ എടുക്കാറില്ലേ? तो ये आदि रस्म की विधि
അബ് തക്ക് ആപ് ബി കർത്തെ രഹത്തെ ഹോ. അന്ന് ചെയ്തതാണ്, ജന്മം എടുത്ത അന്ന് എടുത്ത പ്രതിജ്ഞയാണ്. ആ ഒരു ചടങ്ങ് എല്ലാ വർഷവും ശിവരാത്രിയുടെ അന്ന് കൊടിക്കീഴിൽ നിന്ന് നമ്മൾ ചെയ്യാറുണ്ട്. तो ये परमात्मा जयंती जिसको शिवरात्रि भी कहते हैं, രാത്രി അർത്ഥാർത്ഥ അന്ധകാർ. ഈ പരമാത്മാ ജയന്തി എന്ന് വെച്ചാൽ അർത്ഥം ഇതിനെയാണ് നമ്മൾ ശിവരാത്രി എന്ന് വിളിക്കാറുള്ളത്. രാത്രി എന്ന് വെച്ചാൽ ഇരുട്ട് എന്നാണ് അർത്ഥം. അന്ധകാർ में जो व्यक्ति व वस्तु जैसे होती हैं वैसे दिखाई नहीं देते. ഇരുട്ടിൽ ഒരു വ്യക്തിയോ വസ്തുവോ അതിൻ്റെ യഥാർത്ഥ സ്വരൂപം അതിനെ അതേപടി കാണാൻ പറ്റില്ല. ഹോത്തെ ഹുവി ബി ദിഖായി നൈത്യത്തെ, അതിൻ്റെ ഒറിജിനൽ അവസ്ഥ അത് തന്നെയാണ്, പക്ഷെ അത് നമുക്ക് കാണാൻ പറ്റില്ല ഇരുട്ടായതുകൊണ്ട്. ജബ് ബാപ്പ് അവതരിത് ഹോത്തെ ഹേ തോ ആപ്പ് ബി ജോ ആപ്പ് ഹേ ജോ ഹേ ജൈസെ ഹേ നാ അപ്നെ കോ ദേഖ് സക്തേ ഥേ നാ ബാപ്പ് കോ ദേഖ്വാ ജാൻ സക്തേ ഥേ. അല്ലേ, ബാബ അവതരിക്കുന്ന സമയത്ത് നമുക്കും നമ്മളെ അറിഞ്ഞുകൂടാ. നമ്മൾ ആരാണോ, നമ്മളെങ്ങനെയുള്ളതാണോ ആ രീതിയിൽ നമുക്ക് നമ്മളെ കാണാൻ പറ്റുന്നില്ലായിരുന്നു. ബാബയെയും കാണാൻ പറ്റുന്നില്ലായിരുന്നു. ബാബയെയും നമുക്ക് അറിയില്ലായിരുന്നു, അറിയാനും പറ്റുന്നില്ലായിരുന്നു. കാരണം എന്താണ്? അജ്ഞാനത്തിൻ്റെ ഇരുട്ടിലായിരുന്നു. മേ ആത്മാഹും ഈ ഹോത്തെ ഹുവെ ബി ജ്ഞാൻ വാ അനുഭവക്ക് നേതൃദ്വാര ദേഖ് നഹീ സക്തേ ഥേ. ആത്മാവാണെന്നുള്ള അറിവൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ അറിവുണ്ടായിരുന്നിട്ടും ബാബ പറയാണ്, ജ്ഞാനത്തിൻ്റെയും അനുഭവത്തിൻ്റെയും നേത്രത്തിലൂടെ നമുക്ക് ആത്മാവിനെ അനുഭവിക്കാൻ കഴിയുന്നില്ലായിരുന്നു. നേത്ര ഹോത്തെ ഹുവേ ബി അന്ധകാർമേധെ. നേത്രമുണ്ടായിരുന്നിട്ട് പോലും നമ്മൾ ഇരുട്ടിലായിരുന്നു. നേത്ര യഥാർത്ഥ കാര്യം നഹി കർത്തേതെ. നേത്രം യൂസ്ലെസ് ആയിരുന്നു. അതായത് നേത്രം യഥാർത്ഥമായിട്ടുള്ള കാര്യത്തിൽ യഥാർത്ഥ കാര്യം ചെയ്യുന്നില്ലായിരുന്നു. സ്പഷ്ട ദിഖായി നെയ് ദേത്താത, സ്പഷ്ടമായിട്ട് കാണുന്നില്ലായിരുന്നു. തോ ആപ്പ് ബി അന്ധകാർമേധേന, നിങ്ങളും അന്ധകാരത്തിലായിരുന്നില്ലേ? तो अपने को नहीं देख सकते थे, इसलिए आप पहले इस अंधकार को मिटाते. നമുക്ക് നമ്മളെ തന്നെ കാണാൻ കഴിയുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് ബാബ വന്ന് ആദ്യം ആ ഇരുട്ടിനെ അകറ്റുന്നത്. तो शिवरात्रि अर्थात अंधकार को मिटाए यथार्थ का प्रकाश प्रज्वलित होना. അപ്പോൾ ശിവരാത്രി അർത്ഥം ഇരുട്ടിനെ ഇല്ലാതാക്കി യഥാർത്ഥം എന്ന പ്രകാശം, സത്യം എന്ന പ്രകാശം, അല്ലേ, സത്യമായ അറിവ് എന്ന പ്രകാശം ജ്വലിപ്പിക്കുക. ഇതിലെ ശിവരാത്രി കഹ്കർ മനാത്തെ, അതിനാൽ ആണ് ശിവരാത്രി എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്നത്. तो ഭക്തി മാർഗ की विधियां भी आपकी യഥാർത്ഥ വിധിയോं का यादगार है. ഭക്തി മാർഗത്തിലെ വിധികളെല്ലാം തന്നെ നിങ്ങളുടെ അഥവാ ബാബയുടെ കുട്ടികളുടെ യഥാർത്ഥ വിധികളുടെ ഓർമ്മ ചിഹ്നമാണ്. एक तरफ भक्तों की विधि और दूसरी तरफ बच्चों की संपूर्ण विधि. ഒരു ഭാഗത്ത് ഭക്തന്മാരുടെ വിധി, മറുഭാഗത്ത് കുട്ടികളുടെ ബാബയുടെ കുട്ടികളുടെ സമ്പൂർണ്ണ തലത്തിലുള്ള വിധി. ദോനോ ഹി ദേക്ക് ബാപ്പ് ഹർഷിത് ഹോത്തെ ഹേ. ഇത് രണ്ടും കണ്ടിട്ട് ബാബ സന്തോഷിക്കുകയാണ്. ആപ് ലോഗ് ബി ഹർഷിത് ഹോത്തെ ഹോ നാ, നിങ്ങളും സന്തോഷിക്കുന്നില്ലേ? കി ഹമാരെ ഭക്ത് ഫോളോ കർണമേ കിത്തനെ ഹോഷിയാർ ഹേ. നമ്മുടെ ഭക്തന്മാർ നമ്മളെ അതേപടി അനുകരിക്കാൻ, അത് ഭക്തിയുടെ രീതിയിലാണെങ്കിൽ അവരെന്തൊരു മിടുക്കന്മാരാണ്, സമർത്ഥരാണ്. ലാസ്റ്റ് ജന്മ തക്ക് ബി അപ്നി ഭക്തിക്ക് വിധിയ നിഭാത്തെ ജാത്തെ ഹേ. അവസാന ജന്മം വരയ്ക്കും തൻ്റെ ഭക്തിയുടെ വിധികൾ അവർ നിറവേറ്റുന്നുണ്ട്, അവർ പാലിക്കുന്നുണ്ട്. തോ യേ സബ് ബാപ്പ് ഓർ ആപ്പ് ബിന്ദുരൂപയ്ക്ക് കമാൽ ഹേ. ഇതെല്ലാം തന്നെ നിങ്ങളുടെയും ബാബയുടെയും ബിന്ദു സ്വരൂപത്തിൻ്റെ അത്ഭുതങ്ങളാണ്. ഇതെല്ലാം ബാബ നമ്മളെ എന്ത് സ്പഷ്ടമായിട്ട് നമുക്ക് വ്യക്തമാക്കി അല്ലെങ്കിൽ മനസ്സിലാക്കി തരികയാണ്. ശിവബാബയ്ക്ക് സാത്ത് സാലിഗ്രാം ബി സാത്ത് പൂജ ജാത്തെ ഹേ. ശിവബാബയോടൊപ്പം സാലിഗ്രാമങ്ങളെയും ഒന്നിച്ച് പൂജിക്കുകയാണ്. ആപ് സബി ബിന്ദു സ്വരൂപക്കെ महत्व को जानते हो, इसलिए आज तक भक्ति में भक्तों में ശിവ ഓർ ബിന്ദു രൂപ കാ മഹത്വ ഹേ. നിങ്ങളെല്ലാവരും ബിന്ദു രൂപത്തിൻ്റെ മഹത്വം അറിയുന്നവരാണ്. അതിനാൽ ഇന്ന് വരേക്കും ഭക്തന്മാരിൽ ശിവൻ അർത്ഥം ബിന്ദു സ്വരൂപം എന്നുള്ളത് അവർക്കറിയാം. ആ ബിന്ദു സ്വരൂപത്തിന് മഹത്വം കൽപ്പിക്കുന്നുണ്ട്. വോ സിർഫ് ബിന്ദു രൂപ കോ ജാനത്തെ ഹേ, യഥാർത്ഥ നഹി ജാനത്തെ, അപ്പനെ രൂപ സേ ജാനത്തെ ഹേ. അതായത് യഥാർത്ഥത്തിൽ ബാബ നമുക്ക് പറഞ്ഞു തരികയാണ്, അവർക്ക് ബിന്ദുരൂപത്തെ മാത്രമേ അറിയാവൂ, യഥാർത്ഥം എന്താണെന്ന് അറിഞ്ഞുകൂടാ. അവർക്കെല്ലാം അവരുടേതായ രീതിയിലാണ് അവർ അറിഞ്ഞിട്ടുള്ളത്.
तो लेकिन आप बाप को सिर्फ बिंदु रूप से नहीं, लेकिन बिंदु के साथ सर्व खजानों का सिंधु है. तो ബിന്ദു കെ സാത്ത് സിന്ധു രൂപ കോ ഭി ജാനത്തെ ഹോ. എന്നാൽ നിങ്ങൾ ബാബയെ അറിയുന്നത് കേവലം ബിന്ദു സ്വരൂപമാണെന്നുള്ള രീതിയിൽ മാത്രമല്ല, ബാബ സിന്ധുവാണ്. ബാബയുടെ സിന്ധു സ്വരൂപത്തെ നമ്മൾ അറിയുന്നു. ബാബ കടലാണ്, സാഗരമാണ്. അങ്ങനെ ബാബയെ നമ്മൾ എങ്ങനെ അറിയുന്നു? അപ്പം നമുക്ക് മനസ്സിലായി ബാബ സാഗരമാണ്. ആ സാഗര സ്വരൂപത്തെ അഥവാ സിന്ധു സ്വരൂപത്തെ അറിഞ്ഞതുകൊണ്ട് നമ്മളും മാസ്റ്റർ സിന്ധുവായി മാറുന്നു. തോ ആപ്പമേ കിത്തനെ ഖജാനെ ഭരെ ഹുവേ ഹെ. ബാബയുടെ കുട്ടിയായ അന്ന് മുതൽ ഒന്ന് നോക്കിയേ, എന്തുമാത്രം ഖജനാവുകൾ ബാബ നമ്മൾ ആത്മാവിനുള്ളിൽ നിറച്ചു തന്നു. എത്ര ഖജനാവുകൾ നിറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ കണക്കെടുക്കാൻ പറ്റുമോ? കണക്കറ്റത്, അളവറ്റത്, അവിനാശിയായ, കണക്കറ്റത് എണ്ണാൻ പറ്റില്ല, അളവറ്റത് അവിനാശിയായ ഖജനാവുകളാണ്. സബി മാസ്റ്റർ സിന്ധു ബനെ ഹോന കി അബ് ബന്ന ഹെ. എല്ലാവരും മാസ്റ്റർ സിന്ധു ആയോ? എല്ലാവരും മാസ്റ്റർ സിന്ധു ആയല്ലോ അല്ലേ? അതോ ആകണോ? അപ്പോൾ ഇത് തപസ്യ വർഷമാണ്. തപസ്യ വർഷമേ ക്യാ കരേങ്കി? ബാബ ചോദിക്കുകയാണ്, തപസ്യ വർഷത്തിൽ എന്തു ചെയ്യും? തപസ്യ അർത്ഥാർത്ഥ ജോ ബി സങ്കല്പ് കരേങ്കി വോ ദൃഢദാസേ. തപസ് അർത്ഥം എന്താണ്? തപസ് അർത്ഥം ബാബ പറഞ്ഞു, നിങ്ങൾ എന്ത് സങ്കല്പിച്ചാലും, പുരുഷാർത്ഥം ചെയ്യണമെന്ന് സങ്കല്പിച്ചാലും, സേവനം ചെയ്യണമെന്ന് സങ്കല്പിച്ചാലും ദൃഢതയോടുകൂടി സങ്കല്പിക്കും. തപസ്യ അർത്ഥാർത്ഥ ഏകാഗ്രത ഓർ ദൃഢത. തപസ് അർത്ഥം ഏകാഗ്രത, ദൃഢത. യോഗി ജീവൻ മേ തോ അഭി ഭി ഹോ. യോഗി ജീവിതത്തിലാണ് നിങ്ങളിപ്പോഴും. തോ ആപ് സബ് യോഗി ജീവൻ വാലേ ഹോന. നമ്മളെല്ലാവരും കുറച്ചു നേരം യോഗം ചെയ്യുന്നവർ മാത്രമല്ലല്ലോ, നമ്മുടെ ജീവിതമേ യോഗി ജീവിതം അല്ലേ? കി 8 घंटा 6 घंटा യാ കുछ घंटे योग लगाने वाले हो. അപ്പോൾ യോഗി ജീവിതം ആ ലൈഫ് സ്റ്റൈൽ കൊണ്ടുവന്നവരാണോ, അതോ 8 മണിക്കൂർ 6 മണിക്കൂർ ഏതാനും കുറച്ച് സമയം യോഗം ചെയ്യുന്നവരാണോ? ഇത് ബാബ വളരെ 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 നമ്മളെ ഒന്ന് താക്കീത് തരികയാണ്. എല്ലാവരും ചെക്ക് ചെയ്യേണ്ട പോയിൻ്റാണ്. നമുക്ക് യോഗി ജീവിതം ആയോ? രാവിലെ മുതൽ വൈകുന്നേരം വരെ, രാത്രി എല്ലാം ആ യോഗത്തിൻ്റെ അവസ്ഥ ഈ ശിവബാബയായിട്ട് കണക്റ്റഡ് ആണോ? എല്ലാ കാര്യത്തിലും ബാബയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ഞാനും ബന്ധപ്പെട്ടിരിക്കുന്നത്. അല്ലാതെ എനിക്ക് വേറൊരു കാര്യമില്ല. അങ്ങനെയാണോ? ഇത് നമ്മൾ യഥാർത്ഥത്തിൽ വളരെയധികം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. യോഗി തോ ഹൈ ഹി അല്ലേ? നമ്മളുടെ യോഗി ജീവിതം തന്നെയാണ്. ഫിർ ഖാസ് തപസ്യ വർഷിക്കുമ്പോഴൊക്കെ ഇത് ബാബ പറയാൻ കാരണം, നമ്മളെല്ലാവരും യോഗി ജീവിതത്തിൽ തന്നെയാണ്. നമ്മളാരും ഭോഗികളല്ല, അത് ഉറപ്പ് തന്നെയാണ്. പക്ഷേ പിന്നെ എന്തിനാണ് ബാബ ഈ വർഷം തപസ്യ വർഷമായിട്ട് ഇങ്ങനെ ഒത്തിരി മുൻതൂക്കം കൊടുത്ത് വെച്ചത്? तो बाप दादा सभी बच्चों को योगी जीवन वाले योगी आत्माओं के रूप में देखते हैं. तो हो भी योगी जीवन में बाप दादा സർവ്വ കുട്ടികളെയും യോഗി ജീവിതം നയിക്കുന്ന യോഗി ആത്മാക്കളുടെ രൂപത്തിൽ തന്നെയാണ് കാണുന്നത്. ആണ്, അങ്ങനെ തന്നെയാണ്, യോഗി ജീവിതത്തിൽ തന്നെയാണ്. तो और जीवन भी समाप्त हो गई. മറ്റെല്ലാ തരത്തിലുള്ള ജീവിതങ്ങളും നമ്മളുടെ ജീവിതത്തിൽ നിന്ന് സമാപ്തമായി. ബടക്കി ഹുയി ഭോഗി ജീവൻ മേ തെക്ക് കർ നിരാശ് ഹോക്കർ സോജ് സമജ് കർ യോഗി ബനെ ഹോ. അതായത് അലഞ്ഞു നടന്ന ആ ഒരു യോഗി ഭോഗി ജീവിതം എന്തുമാത്രം അലഞ്ഞു. അങ്ങനെ അലഞ്ഞലഞ്ഞ് കഷ്ടപ്പെട്ട ആ ഭോഗി ജീവിതത്തോട് ക്ഷീണിച്ച് തോറ്റ് നിരാശപ്പെട്ട് ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് നമ്മൾ യോഗിയായത്. സോജ് സമജ് കർ ബനെ ഹോ യാ കിസ്കെ കഹനെ സെ ബൻ ഗയേ ഹോ. അടുത്ത ചോദ്യം, നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കിയിട്ടാണോ ബാബയുടെ കുട്ടിയായത്, യോഗിയായത്? അതോ ആരെങ്കിലും പറഞ്ഞിട്ടാണോ ആയത്? അനുഭവ് കർക്കെ ബനെ ഹോ യാ സിർഫ് അനുഭവ് സുൻകർ ബൻ ഗയേ ഹോ. അനുഭവിച്ചിട്ടാണോ നിങ്ങൾ ആ ബാബ പറഞ്ഞ ഓരോ കാര്യവും ബാബയെയും അനുഭവിച്ചിട്ടാണോ നിങ്ങൾ ബാബയുടെ കുട്ടിയായത്, യോഗിയായത്? അതോ മറ്റുള്ളവർ പറയുന്ന അനുഭവം കേട്ടിട്ടാണോ ആയത്? तो अनुभवी बनकर योगी बने हो या सिर्फ सुना व देखा कि अच्छा लग गया? അനുഭവിച്ചിട്ട് അനുഭവികളായിട്ടാണോ യോഗിയായത്? അതോ ഞാൻ അവരൊക്കെ പറയുന്നത് കേട്ടിട്ടും കണ്ടിട്ടൊക്കെയാണ്, എനിക്കത് കണ്ടപ്പം അല്ലെങ്കിൽ അത് കേട്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു,
അതുകൊണ്ട് ഞാൻ യോഗിയാവാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണോ? സിർഫ് ദേഖ് കർക്കെ സൗദാ കിയ, सुन करके सौदा किया, कभी किसको देख के धोखे में तो नहीं आए हो, अच्छी तरह से देख लिया है ना, अभी भी देख लो, कोई जादू तो नहीं लग गया. നിങ്ങൾ മറ്റുള്ളവരെ കണ്ടിട്ടാണോ ഈ ബിസിനസ്സിലേക്ക് വന്നത്, ബാബയുമായിട്ടുള്ള ബന്ധം ഉറപ്പിച്ചത്? മറ്റുള്ളവരാരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞ് കേട്ടിട്ടാണോ ബാബയുമായിട്ട് പിന്നെ ഈ ഒരു കാര്യത്തിലേക്ക് വന്നത്? നിങ്ങൾ ആരും പറഞ്ഞ അവർ പറഞ്ഞത് വിശ്വസിച്ചിട്ട് ഒന്നുമല്ലല്ലോ വന്നിട്ടുള്ളത്. നിങ്ങൾ നല്ലതുപോലെ കണ്ടു കഴിഞ്ഞതല്ലേ? ഇപ്പോഴും ഒന്നുകൂടി നന്നായിട്ട് നോക്കിക്കോളൂ. ഇതെന്താണ് ഈ യോഗി ജീവിതം എന്താണെന്ന് നന്നായിട്ട് നോക്കിക്കോളൂ. ഈ ദോ ആംഗേ ബുദ്ധിക്ക് ആംഗ് ഓർ തീനോ കോൽക്കർ സൗദാ കിയാ ഹേ, സഭി പക്കേ ഹേ. പറയില്ലേ, 2 കണ്ണും തുറന്ന് നോക്ക് എന്ന് പറയും. ഇവിടെ ഒരു കണ്ണേതാണ്? ദിവ്യമായ ജ്ഞാനത്തിൻ്റെ ബുദ്ധിയുടെ കണ്ണ്. അടുത്തത് ഈ 2 കണ്ണുകൾ. ഈ 2 കണ്ണുകളും ബുദ്ധിയുടെ കണ്ണുകളും ശരിക്ക് തുറന്ന് നോക്കി മനസ്സിലാക്കി ഇത് തന്നെയാണ് സത്യം, ഈ ജീവിതം തന്നെയാണ് ശ്രേഷ്ഠം എന്ന് മനസ്സിലാക്കിയല്ലേ നിങ്ങൾ ബാബയുമായിട്ട് ബന്ധം ഉറപ്പിച്ചത്. എല്ലാവരും പക്കയാണല്ലോ അല്ലേ? സബി ബച്ചേ മീട്ടി മീട്ടി റൂഹ് റുഹാൻ കർത്തേ ഹേ. ബാബയുടെ എല്ലാ സന്താനങ്ങളും ബാബയോട് മധുരമധുരമായി സംസാരിക്കാറുണ്ട്. കേത്തെ ഹി ബാബ തോ ആപ്കെ ഹി ഓർ കഹാ തോ ജായെങ്കേ നീ. ബാബയോട് പറയാണ്, ബാബ ഞാൻ ബാബയുടെ തന്നെയാണ്, ഞാൻ ഇനി ബാബയെ വിട്ടിട്ട് വേറെ എവിടെയും പോവില്ല. और ज्ञानी योगी जीवन भी बहुत अच्छी लगती, लेकिन थोड़ा थोड़ा किसी न किसी बात में सहन करना पड़ता है. ജ്ഞാനി യോഗി ജീവിതം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്, എനിക്ക് വളരെ ഇഷ്ടമാണ്. പിന്നെ ബാബ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചില കാര്യങ്ങളിൽ സഹിക്കേണ്ടി വരുന്നു. उस समय मन और बुद्धि हलचल में आ जाती हैं. ये कब तक होगा, कैसे होगा? बीच बीच में जो हलचल होती है, चाहे अपने से, चाहे सेवा से, चाहे साथियों से, ये हलचल निरंतर में अंदर ले आती हैं. അതായത് ചില സമയങ്ങളിൽ മനസ്സും ബുദ്ധിയും ഒരു ആശയക്കുഴപ്പത്തിൽ വരുന്നു, എന്തോ ഒരു ചഞ്ചലിപ്പിൽ വരുന്നു. അങ്ങനെ എന്താണ് ചഞ്ചലത? ഇത് എത്രത്തോളം സമയം കാണും? എങ്ങനെയായിരിക്കും ഇതൊക്കെ സംഭവിക്കാൻ പോകുന്നത്? അതൊരു പക്ഷേ തന്നോടായിരിക്കാം ആ സംശയം കുഴപ്പം വരുന്നത്, അല്ലെങ്കിൽ സേവനത്തിലായിരിക്കാം, അല്ലെങ്കിൽ സേവാ സാഥികളോടായിരിക്കാം, കൂട്ടുകാരോടായിരിക്കാം. ഈ ഒരു മാനസികമായിട്ടുള്ള ഒരു ലേശം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആശയക്കുഴപ്പമുണ്ട്, ആ ഒരു ചഞ്ചലതയുണ്ട്. അത് നിരന്തരം എന്നുള്ള നമ്മുടെ ലക്ഷ്യത്തിൽ അന്തരം കൊണ്ടുവരുന്നു. तो तपस्या वर्ष अर्थात सहन शक्ति की % थोड़ी कम हो जाती है. हे पक्के, लेकिन पक्के को भी कभी कभी ये बातें हिला देते हैं. സഹനശക്തിയിലും ശതമാനം കുറയാൻ കാരണം ഇതാണ്. പക്ക തന്നെയാണ്, അവരുടെ കുട്ടികളെല്ലാം വളരെ പരിപക്വമായവരാണ്. എന്നാൽ പക്കയായ കുട്ടികളെപ്പോലും ചില കാര്യങ്ങൾ കുലുക്കുന്നു, ഇളക്കുന്നു. अब तपस्या वर्षार्थम सर्वगुणों में, सर्वशक्तियों में, सर्व संबंधों में, सर्व स्वभाव संस्कार में 100% പാസ് വനം. ബാബ 100% ഒരു വലിയ അർത്ഥം പറഞ്ഞു തരികയാണ്. എന്താണ് തപസ്? സർവഗുണങ്ങളിൽ, സർവശക്തികളിൽ, സർവബന്ധങ്ങളിൽ, സർവസ്വഭാവ സംസ്കാരത്തിൽ 100% പാസ്സാവണം. ഇത് അടിവരയിട്ട് നമ്മൾ ഓർമ്മിക്കണം ഈ പോയിൻ്റ് ഇന്ന് മുഴുവനും. സർവബന്ധങ്ങളിൽ, സർവഗുണങ്ങളിൽ, സർവശക്തികളിൽ, സർവസ്വഭാവ സംസ്കാരത്തിലും 100% പാസ്സാക്കുക. അഭി പാസ് ഹോ, ലേക്കിൻ ഫുൾ പാസ് നെയ് ഹേ. ഇപ്പോഴും നമ്മൾ പാസ്സാണ്, പക്ഷെ ഫുൾ പാസ് അല്ല. തോ ഏക് ഹേ പാസ്, ദൂസരാ ഹേ ഫുൾ പാസ്. ഒന്നുണ്ട് പാസ്സാവുക, അടുത്തത് ഫുൾ പാസ്സാവുക, തീസരാ ഹേ പാസ് വിത്ത് ഓണർ, മൂന്നാമത്തേത് പാസ് വിത്ത് ഓണർ ആകുക എന്നാണ്. 3 പാസ്സാണ്. तो तपस्या वर्ष में अगर पास विथ ഓണർ തോടെ ബനെ तो ഫുൾ പാസ് तो सब बन सकते हैं ना. ശരി, ബാബ പറയാണ് തപസ്യ വർഷത്തിൽ പാസ് വിത്ത് ഓണർ ഒരു പക്ഷേ കുറച്ച് ആകാം, പക്ഷേ എല്ലാവർക്കും ഫുൾ പാസ് ആയിക്കൂടെ? ബാബയുടെ സർവ്വ കുട്ടികൾക്കും ഫുൾ പാസ് ആയിക്കൂടെ? और फुल पास होने के लिए सबसे सहज साधन है. ഫുൾ പാസ് ആകാനുള്ള
ഏറ്റവും സഹജമായ സാധനമാണ്. ഏറ്റവും സഹജമായ സാധനമാണ്. जो भी कोई पेपर आते हैं और इस तपस्या वर्ष में भी पेपर आएंगे, ऐसे नहीं कि नहीं आएंगे लेकिन पेपर समझ कर पास करो. ഇപ്പം നമ്മുടെ മുന്നിൽ ഈ തപസ്യ വർഷം എന്ന് പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ ടെസ്റ്റ് പേപ്പർ വരും. പക്ഷെ അതിനെ പേപ്പറാന്ന് കാണാൻ പാടില്ല, അല്ലേ? അതിനെ പേപ്പറാന്ന് അതായത് പേപ്പർ എന്നല്ല, അതിനെ വിഘ്നമായിട്ട് കാണാൻ പാടില്ല, അതിനെ തടസ്സമായിട്ട് കാണാൻ പാടില്ല. ഇതൊരു പരീക്ഷാ പേപ്പറാണ്, ഞാൻ അവിടെ പഠിക്കുകയല്ലേ ഈ വിദ്യാലയത്തിൽ, അത് പരീക്ഷ എഴുതാനല്ലേ. അപ്പോൾ പരീക്ഷാ പേപ്പർ കയ്യിൽ കിട്ടുമ്പം നമ്മൾ പേടിക്കണെന്തിന്, ആശയക്കുഴപ്പത്തിൽ വരുന്നതിന്? പഠിച്ചതിൻ്റെ ചോദ്യമേ അതിൽ വരും. അപ്പം അങ്ങനെ പേപ്പറാന്ന് മനസ്സിലാക്കി അതിനെ മറികടക്കണം. ബാത്തുക്കോ ബാത്ത് നെഹി സംജോ പേപ്പർ സംജോ. ഒരു പ്രോബ്ലമാണ് മുന്നിൽ വന്നത്, പക്ഷെ അതിനെ പ്രോബ്ലം അല്ലെങ്കിൽ പ്രശ്നമാണെന്ന് വിചാരിക്കാതെ, അതിനെ തടസ്സങ്ങളാണെന്ന് വിചാരിക്കാതെ, അതിനെ പരീക്ഷണങ്ങളാണെന്ന് വിചാരിക്കാതെ അതിനെ പേപ്പറാണെന്ന് വിചാരിക്കൂ. തോ പേപ്പർ കെ ക്വസ്റ്റ്യൻ കി വിസ്താർമേ നെഹി ജാത്തെ. എന്തുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ വന്നത് എന്ന് വിചാരിക്കാതെ, പേപ്പറിൻ്റെ ചോദ്യങ്ങളുടെ വിസ്താരത്തിൻ്റെ പുറകെ പോകാതെ, അതായത് യെ ക്യോ ആയ, കേസെ ആയ, കിസ്നെ കിയ, ഇതാരാണ് ഈ ചോദ്യ പേപ്പർ ഇട്ടത്, എന്തിനാണ് എൻ്റെ മുന്നിലിട്ടത്, എന്തുകൊണ്ട്, പാസ്സാകുന്നതിന് പകരം ഇതെല്ലാം ചിന്തിച്ച് ഒരു ക്വസ്റ്റ്യനെക്കുറിച്ച് ചിന്തിച്ചിട്ട് അല്ലേ നമ്മൾ സമയം വേസ്റ്റാക്കുക. അതുകൊണ്ട് നമ്മളെന്താ ചെയ്യേണ്ടത്? എനിക്ക് ഫുൾ പാസ്സാകണം, ഫുൾ പാസ് ആകണം എന്ന് ചിന്തിച്ച് ആ ടെസ്റ്റ് പേപ്പറിനെ മറികടക്കണം. തോ പേപ്പർ സമജ്കർ പാസ് കരു, പേപ്പറാന്ന് മനസ്സിലാക്കി മറികടക്കൂ. तो ये क्या हो गया, ऐसा होता है क्या, या अपनी कमजोरी में ये नहीं सोचो ये तो होता ही है. ഇതെന്താ ഇങ്ങനെ സംഭവിച്ചത്, ഇങ്ങനെ സംഭവിക്കൂ. അപ്പോൾ ഇതെല്ലാം ഒരുപക്ഷെ നമ്മളുടെ വീക്ക്നെസ് ഉണ്ടാവും. ഈ യോഗി ആത്മാവിനും ഒരുപാട് വീക്ക്നെസ് ഉണ്ടാവും. ആ വീക്ക്നെസ്, ആ ബലഹീനത അതിനെ നിലനിർത്തുകയാണ് നമ്മൾ. എന്നിട്ട് പറയാം, ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കും, എല്ലാവർക്കും ഉണ്ടല്ലോ ദുർബലതയൊക്കെ എന്നും വിചാരിക്കും. അപ്പനിലെ സോച്ചത്തെ ഹേ തോ ഹോത്താ ഹി ഹേ ഇतना तो होगा, दूसरे के लिए सोचते हैं ये क्यों किया क्या किया. ഇത് പറഞ്ഞു വന്നിട്ട് ബാബ അടുത്തത് നമ്മളോട് വ്യക്തമാക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ തെറ്റുകൾ ആവർത്തിച്ചാലും എന്നെ ഞാൻ ബോധ്യപ്പെടുത്തുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരെ ന്യായീകരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതങ്ങനെയൊക്കെ തന്നെ സംഭവിക്കും. പക്ഷേ മറ്റൊരാൾ തെറ്റ് ചെയ്യുമ്പം അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അവരെന്തുകൊണ്ട് ചെയ്തു, അവരെന്തിനാ അങ്ങനെ ചെയ്തത്? तो इन सब बातों को पेपर समझकर फुल पास होने का लक्ष्य रख करके पास करो. ഈ സർവ കാര്യങ്ങൾ അല്ലെങ്കിൽ സർവ പ്രശ്നങ്ങൾ ഇതൊരു ടെസ്റ്റ് പേപ്പർ മാത്രമാണെന്ന് മനസ്സിലാക്കി ഫുൾ പാസ്സാകാനുള്ള ലക്ഷ്യം വെച്ച് പാസ്സാകൂ, ക്രോസ് ചെയ്യൂ. അതുകൊണ്ട് ബാബ എപ്പോഴും 3 പാസ് പറയും. ഒന്ന് പാസ്സാവണം, പിന്നെ ഒന്ന് പാസ്സാകണം, പാസ് ചെയ്യണം എന്ന് വെച്ചാൽ ക്രോസ് ചെയ്യണം, പിന്നെ ബാബയുടെ അടുത്തിരിക്കണം, ബാബ്ക്ക് പാസ്. അങ്ങനെ 3 പാസ് ഫോളോ ചെയ്താൽ നമുക്ക് ഫുൾ പാസ് ആകാം. तो अभी मेजॉरिटी रिजल्ट में देखा जाता है कई बातों में अच्छी तरह पास हो गए, सिर्फ अपने पुराने स्वभाव और संस्कार या कभी कभी नए जीवन में एमर्ज होता है. ഇപ്പോൾ ബാബ അത് നമുക്ക് മനസ്സിലാക്കി തരാണ്. ഇപ്പോൾ ഭൂരിപക്ഷം റിസൾട്ടിൽ കാണുന്നത് പലരും എല്ലാ പ്രോബ്ലംസൊക്കെ നല്ല രീതിയിലൊക്കെ അവർ മറികടന്നിട്ടുണ്ട്. പക്ഷേ അവരുടെ പഴയ സ്വഭാവ സംസ്കാരം അത് ഇടയ്ക്കിടയ്ക്ക് പുതിയ ജീവിതത്തിലും പുറമേക്ക് കാണുന്നു, എമർജ് ആവുന്നു. അപ്നാവാ ദൂസരോക്കെ സ്വഭാവ സംസ്കാർ ബി ടക്കർ കാത്തേ ഹേ. ഒന്നില്ലെങ്കിൽ തൻ്റെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്വഭാവ സംസ്കാരമായിട്ട് ഒരസലുണ്ടാവുന്നു. അപ്ന കംസോർ സംസ്കാർ ദൂസരേക്ക് സംസ്കാർ സെ ടക്കർ കാത്താ ഹേ. തൻ്റെ ബലഹീന സംസ്കാരം മറ്റുള്ളവരുടെ ബലഹീന സംസ്കാരമായിട്ട് ഉരസുന്നു, അതായത് ക്ലാഷ് ആവുന്നു. तो ये कमजोरी अब विशेष लक्ष्य को पहुँचने में विघ्न डालती है. ഈ ഒരു ബലഹീനത നമ്മളുടെ വിശേഷ ലക്ഷ്യത്തിൽ എത്തുന്ന ആ കാര്യത്തിൽ തടസ്സമിടുന്നു, വിഘ്നിടുന്നു. ഫുൾ പാസ് ഹോനെക്ക് ബജായ് പാസ് മാർക്ക് ദിലാദേത്തെ ഹെ. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ഫുൾ പാസ് ആകുന്നതിന് പകരം പാസേ ആവുള്ളൂ. तो ना अपने स्वभाव संस्कार को संकल्प व कर्म में लाओ, ना दूसरे के स्वभाव व संस्कार में टक्कर खाओ. ബാബ നമുക്ക് ശരിക്കും
നമ്മളെ നല്ലതുപോലെ ഫോഴ്സിൽ പറഞ്ഞു തരികയാണ്. നിങ്ങളുടെ പഴയ സ്വഭാവ സംസ്കാരത്തെ സങ്കല്പത്തിൽ പോലും കൊണ്ടുവരാൻ പാടില്ല. മറ്റുള്ളവരുടെ സ്വഭാവ സംസ്കാരമായിട്ട് ക്ലാഷിലും പോകാൻ പാടില്ല, ഒരസലിൽ പോകാൻ പാടില്ല. ദോനോമേ സഹനശക്തി ഒരു സമാനിക്ക് ശക്തിക്ക് ആവശ്യത. ഈ 2 ധാരണ പറയാണ്. ഈ 2 ധാരണയിലും 2 ശക്തി ആവശ്യമാണ്. സഹനശക്തി വേണം, ഉൾക്കൊള്ളാനുള്ള ശക്തി വേണം, അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ശക്തി വേണം. ഈ ഫുൾ പാസ് കെ സമീപ ലാനെ നഹി ദേത്തി. ഇത് ബാബ നമുക്ക് പറഞ്ഞു തരികയാണ്. അതായത് ഇങ്ങനെ നമുക്ക് ഈ 2 ശക്തി കുറഞ്ഞാൽ നമുക്ക് ഫുൾ പാസിൻ്റെ അടുത്ത് എത്താൻ പറ്റില്ല. യഹി കാരൺ ഹേ ജോ കഹാ അൽബേലാപ്പൻ കഹാ അലസ്യ ആജാത്ത ഹേ. ഇതാണ് കാരണം. എവിടെയോ നമുക്ക് അശ്രദ്ധ വരുന്നു, അറ്റൻഷൻ കുറവ് വരുന്നു, എവിടെയോ ആലസ്യം വരുന്നു. ഇതാണ് കാരണം. ഇതൊക്കെ നമ്മളുടെ പഴയ സംസ്കാരമൊക്കെ എന്നേ കളയേണ്ട സമയമായി. ഇനി മറ്റുള്ളവരെ നമ്മൾ നോക്കേണ്ട കാര്യമേ ഇല്ല. അവരവരുടേതായ പുരുഷാർത്ഥമോ സേവനമോ ചെയ്തിട്ട് പോട്ടെ, നമുക്കതിന് സമയമില്ല. നമുക്ക് സ്വന്തം കാര്യമേ ചെയ്ത് തീരണില്ല. അപ്പോൾ തപസ്യ വർഷമേ मन बुद्धि को एकाग्र करना, अर्थात एक ही संकल्प में रहना कि मुझे फुल पास होना ही है. ഈ തപസ്യ വർഷത്തിൽ മനസ്സും ബുദ്ധിയും ഏകാഗ്രമാക്കുക. അർത്ഥം ഒരേ സങ്കല്പത്തിലിരിക്കുക, എനിക്ക് ഫുൾ പാസ് ആകണം, ഫുൾ പാസ് ആകുക തന്നെ വേണം. अगर मन बुद्धि जरा भी विचलित हो तो दृढ़ता से फिर से उसको एकाग्र करो. അഥവാ മനസ്സും ബുദ്ധിയും കുറച്ച് ആ ലക്ഷ്യത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ വീണ്ടും ദൃഢതാപൂർവം അതിനെ ഏകാഗ്രമാക്കൂ. കർണാഹി ഹേ ഹോനാഹി ഹേ, എനിക്കിത് ചെയ്യുക തന്നെ വേണം, ഇത് തന്നെ നടക്കണം, എനിക്കിങ്ങനെ ആവണം എന്ന് നമ്മളെ ഓർമ്മിപ്പിച്ച് പ്രതിജ്ഞ എടുപ്പിച്ച് നമ്മളെ മാറ്റണം. ये सब जो भी कमजोरियां हैं उनको तपस्या की योग अग्नि में भस्म करो. ഇനി നമ്മുടെ ഉള്ളിലുള്ള എന്ത് ബലഹീനതകളുണ്ടോ ദുർബലതകളുണ്ടോ അതിനെല്ലാം തന്നെ തപസ്സിൻ്റെ യോഗ അഗ്നിയിൽ ഭസ്മമാക്കൂ. യോഗ അഗ്നി പ്രജ്വലിത് ഹോ ഗയി ഹേ, നിങ്ങൾ യോഗ അഗ്നി നല്ലതുപോലെ ജ്വലിപ്പിച്ച് വെച്ചിരിക്കുകയാണോ? लगन की अग्नि में अभी भी कहते हैं, लेकिन कभी कभी अग्नि थोड़ी सी परसेंटेज में कम हो जाती है. യോഗത്തിൻ്റെ ആ ലഹരിയാകുന്ന അഗ്നി, ആളിക്കത്തുന്ന അഗ്നി എന്ന് എപ്പോഴും നമ്മൾ പറയുന്നുണ്ട്. നമ്മൾ അതുപോലെ നല്ല യോഗാവസ്ഥയിൽ തന്നെയാണ് എങ്കിലും ഇടയ്ക്ക് ആ അഗ്നി കുറച്ച് ശതമാനം കുറയുന്നു, അതിൻ്റെ ശക്തി കുറയുന്നു. ബുജ്തി നഹീ ഹേ, കം ഹോത്തി ഹേ, അണയുന്നില്ല അഗ്നി, ആ ജ്വാലകൾ അണയുന്നില്ല, പക്ഷെ കുറയുന്നു. തേജ് ആഗുമേ ജോ ബി ചീസ് ഡാലോ യാ പരിവർത്തൻ യാ ഭസ്മ ഹോഗി. അതായത് നല്ല ആളിക്കത്തുന്ന തീയിൽ എന്ത് സാധനം ഇട്ടാലും അവിടെ പരിവർത്തനം ഉണ്ടാവും, അത് ഭസ്മമാകും. പരിവർത്തനം ഓർ ഭസ്മ കർണേ ദോനോമേ തേജാകജായി. ഒരു കാര്യത്തിൽ പരിവർത്തനം കൊണ്ടുവരണമെങ്കിലോ അത് ഭസ്മമാകണമെങ്കിലോ രണ്ടിനും നല്ല ആളിക്കത്തുന്ന തീവ്രമായി കത്തുന്ന തീ വേണം. യോഗ അഗ്നി ഹേ, യോഗമാണ് അഗ്നി. ലഗൻ കി അഗ്നി ബി ജഗി ഹുയി ഹേ ലേക്കിൻ സദാ ഹി തേജ് രഹേ. അപ്പോൾ യഥാർത്ഥത്തിൽ ആ ലഹരി, ആ ഈശ്വരീയ ലഹരിയാകുന്ന അഗ്നിയും പ്രകാശിക്കുന്നുണ്ട്, പക്ഷേ സദാ നല്ല തീവ്രമായി പ്രകാശിച്ചു കൊണ്ടിരിക്കട്ടെ. കബി തേജ് കബി കം നഹി, ഇടയ്ക്ക് നല്ല തീവ്രമായിട്ട് ആളിക്കത്തുക, ഇടയ്ക്ക് കുറവ്, അങ്ങനെ പാടില്ല. जैसे यहाँ स्थूल अग्नि में अगर कोई चीज़ अच्छी बनाने वाले चाहते हो और टाइम पर बनाने चाहते हो तो अग्नि को उसी रूप में रखेंगे कि चीज़ समय पर और अच्छी രീതി തയ്യാർ हो गया. അപ്പോൾ ബാബ അതിന് ഉദാഹരണം പറയുകയാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു സാധനം ഉണ്ടാക്കണം അല്ലെങ്കിൽ ഒരു സാധനം തയ്യാറാക്കണം. അപ്പോൾ എന്തു ചെയ്യും? അവിടെ തീ ഒരേപോലെ കത്തിക്കും, തീ സിമ്മിലൊന്നും ആക്കില്ല. ആ ഹൈ നല്ലോണം ആളി കത്തുന്ന തീ കത്തിച്ചിട്ട് ആ സാധനം പെട്ടെന്ന് റെഡിയാക്കും. കാരണം നമുക്ക് പെട്ടെന്ന് സമയം കുറവേ ഉള്ളൂ, പെട്ടെന്ന് സമയത്തിന് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തീ അങ്ങ് ഏറ്റവും ഫുൾ സ്പീഡിൽ കത്തിക്കും. അഗർ ബീച്ച് മേ ആഗ് ബുജ് ജായി തോ സമയ പർ ചീസ് തയ്യാർ ഹോ സക്കെങ്കി, ഇടയ്ക്ക് തീ അണഞ്ഞു പോയാൽ സമയത്തിന് നമുക്ക് സാധനം തയ്യാറാക്കാൻ പറ്റുമോ? തോ ഭലെ തയ്യാർ ഹോഗി പരന്തു സമയ പർ നഹി, തയ്യാറാകുമായിരിക്കാം പക്ഷെ തക്ക സമയത്തില്ല. തോ ആപ്കി
യോഗ അഗ്നി ബി ബീച്ച് ബീച്ച് മേ ഡീലി ഹോ ജാത്തി ഹെ. അതേപോലെ ബാബ എന്താ ഓർമ്മിപ്പിക്കുന്നത് നമ്മളോട്? നിങ്ങളുടെ യോഗ അഗ്നി എന്ത് സംഭവിക്കുന്നു? ഇടയ്ക്കിടയ്ക്ക് ഡള്ളാവുന്നു, അണയുന്നു. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അണഞ്ഞു പോയാൽ, ഇടയ്ക്കിടയ്ക്ക് ഡള്ളായാൽ സമയത്തിന് സാധനം റെഡിയാവൂ. ഭലെ തയ്യാർ ഹോഗി പരന്തു സമയപ്പർ നെഹി. തയ്യാറാകുമായിരിക്കാം, പക്ഷേ സമയത്തിന് തയ്യാറാവില്ല. तो आपकी योग अग्नि भी बीच बीच में डीली हो जाती हैं. तो संपन्न बनेंगे लेकिन लास्ट में होंगे. നിങ്ങളുടെ യോഗ അഗ്നി ബാബ പറഞ്ഞു തരികയാണ്, ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ആ ഫോഴ്സ് കുറഞ്ഞാൽ, തീ ആളിക്കത്തുന്നത് കുറഞ്ഞാൽ നിങ്ങൾ സമ്പന്നാകും എപ്പോഴെങ്കിലും. പക്ഷേ ലാസ്റ്റിലേ വരൂ. तो लास्ट में संपन्न बनने वाले को ഫസ്റ്റ് രാജ്യഭാഗ്യ കാ അധികാർ നഹി മിൽ സക്ത. അപ്പം അവസാനം സമ്പന്നമാകുന്നവർക്ക് അവർക്ക് ഫസ്റ്റായിട്ടുള്ള രാജ്യഭാഗ്യത്തിൻ്റെ അധികാരം കിട്ടില്ല. അവസാനേ സമ്പന്നാകുന്നുള്ളൂ. എത്ര നാളായി ബാബ വന്നിട്ട്? നമ്മൾ ഇനിയും സമ്പന്നായില്ലെങ്കിൽ ഇനി എപ്പോൾ സമ്പന്നാകും? അങ്ങനെ അവസാനം സമ്പന്നാകാമെന്ന് വിചാരിച്ചാൽ അവർക്ക് അവസാനേ രാജ്യഭാഗ്യം കിട്ടും. आप सभी का लक्ष्य फर्स्ट जन्म में राज्य भाग्य करने का है या दूसरे तीसरे जन्म में आएंगे. पहले जन्म में आना है ना. നിങ്ങൾക്ക് എല്ലാവർക്കും ലക്ഷ്യം എന്താണ്? ഫസ്റ്റ് ജന്മത്തെ വരണം, അവിടെ തന്നെ രാജ്യഭാഗ്യം പ്രാപ്തമാക്കണം എന്നല്ലേ? അതോ അടുത്ത ജന്മത്തിൽ, അതിൻ്റെ അടുത്ത ജന്മത്തിൽ, ആദ്യത്തെ ജന്മത്തിൽ തന്നെ വരണ്ടേ? तो तपस्या वर्षार्थार्थ फास्ट पुरुषार्थ कर फर्स्ट जन्म में फर्स्ट नंबर आत्माओं के साथ साथ राज्य में आना. തപസ്യ വർഷാർത്ഥം ഫാസ്റ്റായിട്ട് പുരുഷാർത്ഥം ചെയ്ത് ഫസ്റ്റ് ജന്മത്തിൽ ഫസ്റ്റ് നമ്പറിൽ ആത്മാക്കളുടെ കൂടെ രാജ്യത്തിൽ വരണം. വളരെ ഉയർന്ന ലക്ഷ്യമാണ് ബാബ ഈ ശിവരാത്രിക്ക് തന്നിട്ടുള്ളത്. ഗർമേ സാത്ത് ചലനാഹേന, വീട്ടിൽ ബാബയുടെ കൂടെ പോണ്ടേ. ഫിർ രാജ്യമേ ബി ബ്രഹ്മബാബയ്ക്ക് സാത്ത് ആനാഹേ, രാജ്യത്തിലും ബ്രഹ്മബാബയോടൊപ്പമാണ് വരേണ്ടത്. तो समझा തപസ്യ വർഷം ക്യോं രഖാ ഹേ? മനസ്സിലായോ? തപസ്യ വർഷം എന്തിനാണ് ബാബ നമുക്ക് തന്നിട്ടുള്ളത്? ഏകാഗ്രതയ്ക്ക് ശക്തിക്കോ ബടാവോ, ഏകാഗ്രതയുടെ ശക്തി വർദ്ധിപ്പിക്കൂ. അഭി ബി നാ ചാത്തേ ബി വ്യർത്ത് ചൽ ജാത്താ ഹേ. ഇപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കാതെ തന്നെ വ്യർത്ഥം വരുന്നു. व्यर्थ का तरफ कोई समय शुद्ध श्रेष्ठ संकल्प से युद्ध देखो शुद्ध श्रेष्ठ संकल्प से भारी हो जाता है. അതായത് ഇപ്പോൾ ശുദ്ധശ്രേഷ്ഠ സങ്കല്പങ്ങളാണ് ബ്രാഹ്മണൻ എപ്പോഴും വെക്കേണ്ടത്. അപ്പം ത്രാസിൻ്റെ ഒരു തട്ടിൽ ശുദ്ധശ്രേഷ്ഠ സങ്കല്പങ്ങളാണ്, അതാണ് നമ്മുടെ ലക്ഷ്യവും. പക്ഷേ ചില സമയത്ത് എന്ത് സംഭവിക്കുന്നു? വ്യർത്ഥത്തിൻ്റെ ചിന്തകളും വരുന്നു. അപ്പോൾ വ്യർത്ഥ സങ്കല്പങ്ങൾക്ക് ഭാരം കൂടുതൽ, അതാണ് കൂടുതൽ. അങ്ങനെ ചില സമയത്ത് സംഭവിക്കാറുണ്ട്. തപസ്യ അർത്ഥാർത്ഥ് വ്യർത്ഥ സങ്കല്പയ്ക്ക് സമാപ്തി. തപസ്യാർത്ഥം വ്യർത്ഥ സങ്കല്പങ്ങളുടെ സമാപ്തി. और ये समाप्ति संपूर्णता को लाएगी. ഈ സമാപ്തി സമ്പൂർണതയെ അടുത്തു കൊണ്ടുവരും. സമാപ്തിക്ക് ബിനാ സമ്പൂർണത നഹി ആയിगी. സമാപ്തി ഇല്ലാതെ സമ്പൂർണത എങ്ങനെ വരും? ഒരിക്കലും വരില്ല. तो आज के दिन में तपस्या वर्ष ആരംഭ कर रहे हो. ഈ ശിവരാത്രി നാളിൽ നമ്മൾ തപസ്യ വർഷം ആരംഭിക്കുകയാണ്. ഉമംഗ് ഉല്ലാസ് കെ ലിയെ ബാപ്ദാദ മുബാരക് ദേത്തെ. ഉന്മേഷത്തിനും ഉത്സാഹത്തിനും വേണ്ടി ബാപ്ദാദ ആശംസകൾ തരുന്നുണ്ട്. चारों ही सब्जेक्ट में फुल पास होने की मार्क्स लेने हैं. 4 സബ്ജക്റ്റിലും ഫുൾ പാസ് ആകുന്ന മാർക്ക് വാങ്ങണം. ऐसा नहीं समझना कि मेरा 3 സബ്ജക്റ്റ് तो ठीक है सिर्फ एक में कमी है. ഒരിക്കലും ഇങ്ങനെ നമ്മൾ വിചാരിക്കരുത്. നമ്മൾ വലിയ സ്റ്റുഡൻ്റാണ്, ഈശ്വരൻ്റെ സ്റ്റുഡൻ്റാണ്, എനിക്ക് 3 സബ്ജക്റ്റിൽ മാർക്കുണ്ട്, ഒരു സബ്ജക്റ്റിലാണ് മാർക്ക് കുറവ്. അങ്ങനെ പറയാൻ പാടില്ല എന്ന് ബാബ പറയാണ്. ഫുൾ പാസ് ഹോ ജായെങ്കെ. നമ്മുടെ ടീച്ചറാണ്, നമ്മുടെ ടീച്ചറിൻ്റെ ആഗ്രഹം എന്താണ്? കുട്ടികളൊക്കെ ഫുൾ പാസ് ആകണമെന്നാണ്. ഫുൾ പാസ് ആവില്ലേ? നഹി ഫിർ ബി പാസ് കി ലിസ്റ്റ് മേ ആ ജായെങ്കെ. അഥവാ ഫുൾ പാസ് ആയില്ല എങ്കിൽ അല്ലേ, എന്നാലും പാസിൻ്റെ ലിസ്റ്റിൽ വരും. ഫുൾ പാസ് അർത്ഥാർത്ഥ് ചാരോം സബ്ജക്റ്റ് മേ ഫുൾ മാർക്ക്. ഫുൾ പാസ് അർത്ഥം 4 സബ്ജക്റ്റിലും ഫുൾ മാർക്ക് ബാബ പറഞ്ഞു തരികയാണ്.
सदा हर आत्मा के प्रति कल्याण की भावना, चाहे वो आपकी स्थिति को हिलाने की भी कोशिश करे. ഓരോ ആത്മാവിനെ പ്രതി സദാ മംഗളഭാവന വരണം. നിങ്ങളുടെ സ്ഥിതി കുലുക്കുന്ന, എത്ര കുലുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആത്മാവാണെങ്കിലും ആ അമംഗളം ചെയ്യുന്നവരുടെ മേലെയും നമുക്ക് വരേണ്ടത് മംഗളഭാവനയാണ്. മംഗളഭാവനയാണ്. ഇതെപ്പോഴും നമുക്ക് ഓർമ്മ വേണം. അതുപോലെ അവരുടെ മേലെ മംഗളദൃഷ്ടി, മംഗളവൃത്തി, മംഗളമയ കൃതി, കർമ്മം. ഇസ്കോ കഹാ ജാത്താ ഹേ കല്യാണകാരി ആത്മാ. അങ്ങനെയുള്ള ആത്മാവിനെ മംഗളകാരി ആത്മാ, മംഗളകാരി ദൃഷ്ടി, മംഗളകാരി വൃത്തി, മംഗളകാരി കർമ്മം, ഇവരെയാണ് മംഗളകാരി ആത്മാ എന്ന് പറയുന്നത്. ശിവക്കാർത്ത് കല്യാണകാരി ഹേന, ശിവൻ എന്നുള്ള ശബ്ദത്തിൻ്റെ അർത്ഥവും മംഗളകാരി എന്നല്ലേ. അപ്പോൾ ബാബ പറഞ്ഞു തരികയാണ്, ശിവജയന്തി അർത്ഥാർത്ത് കല്യാണകാരി ഭാവന. ശിവജയന്തി അർത്ഥം सदा मंगलाकारी भावना. कल्याण करने वाले के ऊपर कल्याण करना ये तो अज्ञानी भी करते, अच्छे के साथ अच्छा चलना तो सभी जानते हैं, लेकिन अकल्याण की वृत्ति वाले को अपने कल्याण की वृत्ति से परिवर्तन करो, ക്ഷമ करो. ഈ നമ്മളോട് മംഗളം ചെയ്യുന്നവരോട് മംഗളം ചെയ്യാൻ അത് അജ്ഞാനികൾക്കും അറിയാം. ഇത് ബാബ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നല്ല ആളിൻ്റെ കൂടെ നല്ലതായിട്ട് നടക്കാൻ എല്ലാവർക്കും പറ്റും, എല്ലാവർക്കും അറിയാം. എന്നാൽ അമംഗളവൃത്തിയുള്ളവരെ തൻ്റെ മംഗള വൃത്തിയിലൂടെ പരിവർത്തനം ചെയ്യുക, അവരോട് ക്ഷമിക്കുക. പരിവർത്തൻ നാ ഭി കർ സക്തേ, ക്ഷമാ തോ കർ സക്തേ ഹോ നാ. അവരെ പരിവർത്തനപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് അവരോട് ക്ഷമിച്ചുകൂടെ? ക്ഷമിക്കാലോ. तो മാസ്റ്റർ ക്ഷമാസാഗർ तो होना. നിങ്ങൾ ആരാണ്? ബാബയുടെ സന്താനങ്ങൾ ആരാണ്? മാസ്റ്റർ ക്ഷമാസാഗരമാണ്. വളരെ വലിയൊരു ടൈറ്റിലാണ്. കാരണം ക്ഷമിക്കാനാണ് ആർക്കും പറ്റാത്തത്. ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ദയ വേണം, സ്നേഹം വേണം, വിശാലത വേണം. അപ്പം ഇവിടെ ബാബ പറഞ്ഞു തരികയാണ്, ആപ്കി ക്ഷമ ഉസ് ആത്മാക്കിലെ ശിക്ഷാ ഹോ ജായി. നിങ്ങൾ ക്ഷമിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അത് അവർക്കൊരു ശിക്ഷണമായിട്ട് മാറും. അപ്പം ബാബ പറഞ്ഞിരുന്നു, ഇന്നത്തെ കാലത്ത് ശിക്ഷണമൊന്നും കൊടുത്താൽ ചിലപ്പോൾ ആളുകൾ മനസ്സിലാക്കും, ചിലപ്പോൾ ആളുകൾ മനസ്സിലാക്കണമെന്നേ ഇല്ല, അല്ലേ? പക്ഷെ നിങ്ങൾ ക്ഷമിച്ചാൽ അത് ശിക്ഷണമായിട്ട് മാറും. ക്ഷമിക്കുക അർത്ഥം എന്താണ്? ക്ഷമിക്കുക അർത്ഥം അവർക്ക് ശുഭഭാവനയുടെ ആശീർവാദങ്ങൾ നൽകുക, സഹയോഗം നൽകുക. ശിക്ഷാ ദേനയ്ക്ക് സമീപി അബ് ചലാ ഗയാ. ഈ ശിക്ഷണമൊക്കെ കൊടുക്കുന്ന സമയമൊക്കെ മാറി കഴിഞ്ഞു, ആ കാലഘട്ടം മാറി. നമ്മൾ പറയില്ലേ, പണ്ടുള്ളവരോടൊക്കെ പറഞ്ഞാൽ അനുസരിക്കുമായിരുന്നു, ഇന്നത്തെ മക്കളോട് പറഞ്ഞാൽ അനുസരിക്കൂ, അല്ലേ? അത് മാറി. അപ്പോൾ അതുകൊണ്ട് ബാബ പറയുന്നത് എന്താണ്? നിങ്ങളിപ്പോൾ സ്നേഹം കൊടുക്കൂ, ബഹുമാനം കൊടുക്കൂ, ക്ഷമിക്കൂ, ശുഭഭാവന വയ്ക്കൂ, ശുഭകാമന വയ്ക്കൂ. ഇതാണ് ശിക്ഷണത്തിൻ്റെ വിധി. ആ വിധി പഴയതായി, വാക്കുകൾ കൊണ്ടുള്ള ഉപദേശങ്ങൾ. ഈ പുതിയ വിധി അറിയാലോ, അല്ലേ? തപസ്യ വർഷത്തിൽ ഈ പുതിയ വിധിയിലൂടെ സർവരെയും സമീപത്ത് കൊണ്ടുവരും. ബാബ പറയാണ്, ഞാൻ കേൾപ്പിച്ചതേ എന്താണെന്ന് വെച്ചാൽ, കുറച്ച് മുത്തുകളൊക്കെ മാലയിലേക്ക് തയ്യാറായിട്ടുണ്ട്, എന്നാൽ മാല ഇപ്പോഴും തയ്യാറായിട്ടില്ല. മുത്തുകൾ തയ്യാറായി, മാല തയ്യാറായിട്ടില്ല. നൂലുണ്ട്, മുത്തുണ്ട്, എന്നാൽ മുത്തിൻ്റെ സമീപത്തേക്ക് വന്നിട്ടില്ല. ഓരോ മണിയും മണിയോട് ചേർന്നിരിക്കുന്നില്ല. അതുകൊണ്ട് മാല തയ്യാറാക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എന്തു ചെയ്യണം? എല്ലാവരും അവരവരുടെ രീതിയിൽ ആ മുത്തിനെ തയ്യാറാക്കിയിട്ടുണ്ട്, എന്നാൽ സംഘടിതമായി തയ്യാറാക്കണം. മാല കോർക്കുന്ന കാര്യത്തിൽ തയ്യാറാവണം. പിന്നെ സമീപത്ത് വരണം. എല്ലാവരും വളരെ ക്ലോസ് ആയിരിക്കണം. സംസ്കാരം കൊണ്ടും സ്വഭാവം കൊണ്ടും പെരുമാറ്റം കൊണ്ടും അതിൽ തയ്യാറായിട്ടില്ല. അതിനാൽ ഈ തപസ്യ വർഷത്തിൽ നമുക്ക് ബാബയ്ക്ക് സമാനമായിട്ട് ആകുക തന്നെ വേണം. ഇത് 91 ബാബ പറഞ്ഞ കാര്യമാണ്. ഇത് 2022. എന്നാൽ ബാബ പറഞ്ഞു, ബാപ്സമാനാകണം, പക്ഷെ മുത്തിനോട് സമീപത്തേക്ക് വരണം. ഓരോ ബ്രാഹ്മണ ആത്മാവാകുന്ന മുത്തും അടുത്ത ബ്രാഹ്മണ ആത്മാവാകുന്ന മുത്തും തമ്മിൽ കോർക്കാൻ തക്കവണ്ണം ക്ലോസ് ആവണം. മനസ്സിലായോ? ബാക്കി നമ്മൾ യോഗികളാണ്, സദാ നമ്മൾ യോഗി ജീവിതത്തിൽ വസിക്കുന്നവർ തന്നെയാണ്.
അപ്പം ഡ്രാമയുടെ ഓരോ ദൃശ്യവും എത്ര വേറിട്ടതാണെന്നും അതേപോലെ തന്നെ വളരെ സ്നേഹത്തോടെയും അത് കാണൂ. ഡ്രാമയുടെ ഓരോ ദൃശ്യവും വളരെ പ്രിയപ്പെട്ടത് തന്നെയാണ്. ലോകത്തിന് വേണ്ടി യഥാർത്ഥത്തിൽ ഒരുപക്ഷെ അത് നല്ലതല്ലായിരിക്കാം, അവർക്കിഷ്ടമുണ്ടാവില്ല. പക്ഷെ നിങ്ങൾക്കിത് വളരെ പ്രിയപ്പെട്ടതാണ്. എന്ത് സംഭവിച്ചാലും ഈ ഡ്രാമയിൽ ഏതോ ഒരു സൂക്ഷ്മ രഹസ്യം, മംഗളകരമായ രഹസ്യം അടങ്ങിയിട്ടുണ്ട്. ഈ രഹസ്യത്തെ അറിഞ്ഞാൽ ഒരിക്കലും ഒരു കാര്യത്തിലും ഒരു ദൃശ്യത്തിലും നിങ്ങൾ നിരാശപ്പെടില്ല, നിങ്ങളുടെ മനസ്സ് മൂഡ് ഓഫ് ആവില്ല. രഹസ്യം അറിഞ്ഞാൽ നമ്മൾ ഒരിക്കലും നിരാശപ്പെടില്ല. രഹസ്യത്തെ ശ്രമിക്കാത്തത് കൊണ്ടോ അറിയാത്തത് കൊണ്ടോ ആയിരിക്കും മനസ്സ് അപ്സെറ്റ് ആവുന്നത്. അപ്പോൾ ഡബിൾ വിദേശികളും ഇപ്രാവശ്യം ശിവജയന്തി ആഘോഷിക്കുന്ന സമയത്ത് എത്തിച്ചേർന്നു. ഈ ദൃഢനിശ്ചയം വെച്ചു, നമുക്ക് പോയേ പറ്റൂ അല്ലേ? അപ്പോൾ എത്തിച്ചേർന്നു അല്ലേ? അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും ചിന്തിച്ചോ പോണോ വേണ്ടേ? അങ്ങനെ ചിന്തിച്ചവരവിടെ നിന്നു. പക്ഷേ ഇപ്പോൾ ഒന്നും സംഭവിക്കില്ല, ഇതെല്ലാം തന്നെ നടക്കും. പ്രകൃതിയും ഇനി ഫുൾ ഫോഴ്സിൽ അങ്ങ് കോപിക്കാൻ കാത്തു നിൽക്കുകയാണ്. അത് ആരംഭിച്ചിട്ടില്ല, വരും. പക്ഷേ നിങ്ങൾ ആൾക്കാരെ കണ്ടിട്ട് പ്രകൃതിയും തണുത്തു പോവുകയാണ്. അതിനും പേടിയാണ്. പ്രകൃതിക്ക് ഒരു വിഷമം, എൻ്റെ അധികാരികൾ, എൻ്റെ യജമാനൻ തയ്യാറായിട്ടില്ലല്ലോ, ഞാൻ ആരുടെ ദാസിയാവും? അപ്പോൾ ബാബ നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങൾ നിർഭയരല്ലേ? നിങ്ങൾ ഒരു കാര്യത്തിലും ഭയപ്പെടുന്നവരല്ലല്ലോ. സാധാരണ ആൾക്കാർ ഭയപ്പെടാറുണ്ട് മരിക്കാൻ. നിങ്ങളെന്നേ മരിച്ചു, നിങ്ങൾ മരിച്ചു കഴിഞ്ഞവരാണ്. പഴയ ലോകത്തോട് മരിച്ചു കഴിഞ്ഞു, പുതിയ ലോകത്തിൽ ജീവിക്കുന്നു. പഴയ ലോകത്തോട് മരിച്ചു. മരിച്ചവർക്ക് ഇനി മരിക്കാൻ എന്തിനാ ഭയം? ട്രസ്റ്റി അല്ലേ? അപ്പോൾ എന്തെങ്കിലും എൻ്റേത് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും എൻ്റെ എന്ന് പറഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ മായ പൂച്ച മ്യാവൂ മ്യാവൂ ഞാൻ വരട്ടെ എന്ന് ചോദിക്കും അല്ലേ? നിങ്ങൾ ഓരോരുത്തരും ട്രസ്റ്റിയാണ്. ശരീരം പോലും എൻ്റേതല്ല. സാധാരണ ആൾക്കാർക്ക് മരിക്കാൻ പേടിയാണ് അല്ലേ? അവർക്ക് സാധനങ്ങളെക്കുറിച്ചും അവരുടെ കുടുംബത്തെക്കുറിച്ചൊക്കെ ചിന്ത കാണും. നിങ്ങൾ ട്രസ്റ്റി മാത്രമാണ്. നിങ്ങൾ എല്ലാത്തിൽ നിന്നും വേറിട്ടിരിക്കുന്നവരാണ്. അതോ കുറച്ച് മോഹമുണ്ടോ? കുറച്ചെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു അവരെൻ്റെയാണ്, അതെൻ്റെയാണെന്നുള്ള മോഹം ഉണ്ടെങ്കിൽ അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അതുകൊണ്ട് തപസ്യാർത്ഥം ജ്വാലാസ്വരൂപം നിർഭയാവസ്ഥ. ജ്വാലാസ്വരൂപം നിർഭയാവസ്ഥ. അച്ഛാ, 2 ബാബയുടെ ഓമനകളായ ദാദിമാർ കേട്ടുകൊണ്ടിരിക്കുകയാണ്, കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നവീനത കാണിക്കണ്ടേ? ബാപ്ദാദ മുമ്പേയും കേൾപ്പിച്ചിരുന്നു. ഒന്ന് വാണിയിലൂടെയുള്ള സേവ, രണ്ടാമത്തത് ഫരിസ്താമൂർത്തിയിലൂടെ ശക്തിശാലി സ്നേഹമായി ദൃഷ്ടിയിലൂടെയുള്ള സേവ. അപ്പം കുറച്ച് സമയം അവർക്ക് ഈ സേവനത്തിൻ്റെ പാർട്ട് ലഭിച്ചിരിക്കുകയാണ്. ആദ്യം മുതൽ വാക്കുകളുടെയും കർമ്മത്തിൻ്റെയും സേവ എന്തായാലും നടന്നേ പറ്റൂ. ഈ വിധിയുടെ സേവനത്തിൻ്റെ ഇതും ഡ്രാമയാണ്. ഇതും ഡ്രാമയിലുള്ളതാണ്. അന്ത്യത്തിൽ ഈ ഒരു സേവനമായിരിക്കും ഉണ്ടാകുക. ഈ പാർട്ട് കുറച്ച് സമയത്തേക്ക് കിട്ടിയിരിക്കുകയാണ്. എന്നാലും ബാബയുടെ ഓമനകളായ കുട്ടികളാണ്. എന്തെങ്കിലുമൊക്കെ കർമ്മക്കണക്ക് തീർക്കേണ്ടി വരുമല്ലോ അല്ലേ? കർമ്മക്കണക്ക് തീർക്കാനും സേവനം വരും. അവരുടെ ശരീരത്തിൻ്റെ ആരോഗ്യസ്ഥിതിയുടെ കുറിച്ചായിരിക്കും ബാബ പറയുന്നത്. നിമിത്തമായിട്ടാണ് കണക്ക് വരുന്നത്. പക്ഷേ അതിൻ്റെ രഹസ്യം എന്താണ്? അവിടെ എന്തോ സേവനം നടക്കാനുണ്ട്. പരിധിയില്ലാത്ത കളികളുടെ ഇടയിൽ ഈ ആരോഗ്യം കുറച്ച് തകരാറിലാവുന്നതും ഒരു കളിയാണ്, വണ്ടർഫുള്ളായ കളിയാണ്. ഈ 2 കൂട്ടരുടെയും പാർട്ട് വളരെ നവീനമാണ്. പെട്ടെന്ന് കർമ്മക്കണക്കെല്ലാം തീർത്ത് സമ്പന്നതയിലേക്ക്, സമ്പൂർണ്ണതയുടെ സമീപത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒറ്റയ്ക്കല്ല പോകുന്നത്. ഒറ്റയ്ക്ക് പോകുന്ന ആരും ചിന്തിക്കരുത്. ഓരോരുത്തർക്കും അവരവരുടെ കർമ്മക്കണക്ക് തീർക്കണം. എന്നാൽ ചിലർ കർമ്മക്കണക്ക് തീർക്കുക മാത്രമാണ് ചെയ്തത്. ഇത് ബാബ വളരെ വലിയൊരു കാര്യം പറയാണ്. അതേസമയം ചിലർ കർമ്മക്കണക്ക് തീർക്കുന്നതിൻ്റെ കൂടെ സേവനവും ചെയ്യും അല്ലേ? അപ്പോൾ നിങ്ങൾ മുഴുവനും വിജയിയായിട്ട് മാറിയല്ലോ. സർവരുടെയും ആശീർവാദങ്ങളുടെ മരുന്ന്, സർവരുടെ ഇത്രയും പേരുടെ ആശീർവാദം ദാദിമാർക്ക് കിട്ടുകയാണ്. അതൊരു ഔഷധമായിട്ട് മാറി. അത് മുള്ളിനെ, തൃശൂലത്തെ വെറുതെ ഒരു മുള്ളു കുത്തുന്ന മാതിരി ആക്കിക്കളയും. കർമ്മക്കണക്കിൻ്റെ പ്രഭാവത്തിൽ വന്നില്ല, 2 പേരും ശരിയായി അല്ലേ?
പഥ്യത്തിലാണെന്ന് മാത്രം. റെസ്റ്റും പഥ്യമാണ്. ആഹാരം മാത്രമല്ല പഥ്യം, അല്ലേ? യഥാർത്ഥത്തിൽ ഒരു സ്ഥലത്ത് റെസ്റ്റ് എടുക്കുക എന്ന് പറയുമ്പം നടക്കുന്നത് നിർത്തി, സഞ്ചരിക്കുന്നത് നിർത്തി, സംസാരിക്കുന്നത് നിർത്തി. ഇതിൻ്റെ എല്ലാം പഥ്യമാണ് ഈ പദാതിമാർക്ക്. അപ്പോൾ സ്നേഹം കൊണ്ട് എന്താ ചെയ്യാൻ കഴിയാത്തത്, അല്ലേ? സ്നേഹം കൊണ്ട് കല്ല് പോലും ഉരുകും, കല്ല് പോലും വെള്ളമായിട്ട് മാറും, അല്ലേ? അപ്പോൾ ഈ സ്നേഹത്തിൻ്റെ ആശീർവാദങ്ങൾ കൊണ്ട് രോഗത്തെ മാറ്റാൻ സാധിക്കില്ലേ? മാറിയില്ലേ, അല്ലേ? ഹാർട്ടിൻ്റെ രോഗം മാറി, കല്ല് വെള്ളമായില്ലേ? അപ്പം നിങ്ങൾ സർവർക്കും വാദാദിമാരോട് സ്നേഹമുണ്ട്. ബാക്കി ഇനി എന്താണ്? കല്ല് തീർന്നു, കല്ല് പോയി, വെള്ളമേ ബാക്കിയുള്ളൂ. റെസ്റ്റിലിരിക്കുന്നതുകൊണ്ട് രണ്ടുപേരുടെ മുഖമൊക്കെ തിളങ്ങുന്നുണ്ട്. പരിവാരത്തിൻ്റെ സ്നേഹവും ഒരുപാട് സഹായിക്കും. അച്ഛാ, അങ്ങനെ നാനാഭാഗത്തുമുള്ള സർവ വിശ്വമംഗളത്തിൻ്റെ ശ്രേഷ്ഠ ഭാവന വയ്ക്കുന്ന ആത്മാക്കൾക്ക്, നാനാഭാഗത്തും ഉള്ള അങ്ങനെ ദൃഢസങ്കല്പം വയ്ക്കുന്ന, തപസ്സിലൂടെ സ്വയവും വിശ്വവും പരിവർത്തനപ്പെടുത്തുന്ന, ഏകാഗ്രതയുടെ ശക്തിയിലൂടെ ഏകരസ തീവ്രസ്ഥിതിയിലിരിക്കുന്ന അങ്ങനെയുള്ള തപസ്വി ആത്മാക്കൾക്ക്, സ്നേഹി ആത്മാക്കൾക്ക്, സദാ ബാബയുടെ കൂടെ വസിക്കുന്ന ആത്മാക്കൾക്ക്, സദാ ഭിന്ന ഭിന്ന വിധിയിലൂടെ സേവനത്തിൽ സാധ്യയാകുന്ന കുട്ടികൾക്ക് മഹാപരമാത്മാ ജയന്തിയുടെ ആശംസകൾ. യാദ് പ്യാർ സ്വീകരിച്ചാലും അതോടൊപ്പം തന്നെ നമസ്തേ സ്വീകരിക്കൂ. അപ്പോൾ ബാപ്ദാദയ്ക്കും വളരെ വളരെ ഹൃദയപൂർവ്വം യാദ് പ്യാർ ഓർ നമസ്തേ. ഇനി ഇന്നത്തെ വരദാനം. समय और परिस्थिति प्रमाण अपनी श्रेष्ठ स्थिति बनाने वाले अष्टशक्ति संपन्न भव. സമയവും പരിസ്ഥിതിയും അനുസരിച്ച് തൻ്റെ ശ്രേഷ്ഠസ്ഥിതി നേടിയെടുക്കുന്ന അഷ്ടശക്തി സമ്പന്ന ഭവ. കുട്ടികൾ അഷ്ടശക്തികളാൽ സമ്പന്നമായാൽ അവരുടെ ഓരോ കർമ്മത്തിലും സമയം പരിസ്ഥിതി അനുസരിച്ച് അവരോരോ ശക്തിയും കാര്യത്തിൽ ഉപയോഗിക്കും. അവർക്ക് അഷ്ടശക്തികളുണ്ടെങ്കിൽ ആ അഷ്ടശക്തികൾ അവരെ ഇഷ്ടനും അഷ്ടനും ആക്കി മാറ്റും, അഷ്ടരത്നമാക്കി മാറ്റും. അങ്ങനെയുള്ള അഷ്ടശക്തി സമ്പന്നമായ ആത്മാക്കൾ സമയം പരിസ്ഥിതി അനുസരിച്ച് സ്ഥിതിയെ സഹജമായിട്ട് തയ്യാറാക്കും. അവരുടെ ഓരോ ചുവടിലും സഫലത നിറഞ്ഞിരിക്കുന്നു. ഓരോ പരിസ്ഥിതിയും അവരെ, അപ്പോൾ എന്ത് വിപരീത പരിസ്ഥിതി വന്നാലും അവരെ ശ്രേഷ്ഠ സ്ഥിതിയിൽ നിന്ന് താഴെ ഒരിക്കലും കൊണ്ടുവരില്ല. സ്ലോഗൻ: जो कर्म हम करेंगे हमें देखो और करेंगे. ഈ സ്ലോഗൻ സദാ സ്മൃതി മേ രഹേ तो കർമ്മ ശ്രേഷ്ഠ ഹോ ജായെങ്കെ. പിന്നത്തെ സ്ലോഗൻ: എന്ത് കർമ്മം നമ്മൾ ചെയ്താലും അത് കണ്ടിട്ട് മറ്റുള്ളവരും ചെയ്യും, നമ്മളെ അനുകരിക്കും. ഈ സ്ലോഗൻ സദാ സ്മൃതിയിലുണ്ടെങ്കിൽ നമ്മളുടെ ഓരോ കർമ്മവും ശ്രേഷ്ഠമായിത്തീരും. ഇന്നത്തെ സോമാനം: അഷ്ടശക്തി സമ്പന്ന ആത്മ. മുരളി അനുസരിച്ചുള്ള സോമാനം എന്താണ്? മുരളി അനുസരിച്ചുള്ള സോമാനം ബാബയ്ക്ക് സമാനമായ ആത്മ എന്നും വയ്ക്കാം, അല്ലേ? അതുപോലെ ഫുൾ പാസ് വിത്ത് ഓണർ ആകുന്ന ആത്മ എന്നും വയ്ക്കാം. അപ്പം നമുക്ക് ദിവസം മുഴുവനും ബാബയുടെ കുറേ ചോദ്യങ്ങളുണ്ട് ഇതിൽ. ഈ ഓരോ ചോദ്യങ്ങളും നമ്മളുടെ കാതിൽ മുഴങ്ങണം, നമ്മൾ ചെക്ക് ചെയ്യണം. നമ്മൾ വീണ്ടും വീണ്ടും പുരുഷാർത്ഥം ചെയ്ത് ഈ വർഷം തപസ് ചെയ്ത് നമ്മുടെ ഉള്ളിലുള്ള എല്ലാ ദുർബലതകളെയും ഇല്ലാതാക്കണം. ഈ ലക്ഷ്യം വയ്ക്കാം. ഓം ശാന്തി.